So, good evening. നമ്മുടെ ഡോപ്പയുടെ നീറ്റ് ഗാല ബുള്ളറ്റ് സീരീസിൻ്റെ 4ാമത്തെ ദിവസമാണ് കെമിസ്ട്രിയുടെ 2ാമത്തെ ദിവസം. നമ്മൾ ആദ്യത്തെ ദിവസം സം ബേസിക് കൺസെപ്റ്റും ക്ലാസിഫിക്കേഷനും ബോണ്ടിങ്ങും പോലുള്ള ചാപ്റ്ററുകൾ കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു NCERT വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. NCERT എല്ലാവരും വായിച്ചിട്ടുണ്ടോ? NCERT എല്ലാവരും വായിച്ചോ? NCERT എല്ലാവരും വായിക്കുന്നുണ്ടോ? സോ വായിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും വായിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. വായിക്കണം, അത്യാവശ്യമാണ്. NCERT നമ്മുടെ എന്താണ്, ബൈബിളാണ് അല്ലേ? ശരി, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മൾക്ക് ഉള്ളത് 3 ചാപ്റ്ററാണ്. 3 ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. രണ്ടാമത്തത് +1 ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് അൻസൽന ഹലോ, പേർപ്പിൾ ഹായ്, അൽഫിദ യെസ് യാ. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇനി അത് കൂടാതെ ഒരു ചെറിയ ചാപ്റ്റർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോൾ ഇന്നത്തെ 3 ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വിലിബ്രിയം ആവറേജ് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററാണ്. റൈറ്റ്, ആവറേജ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നൊരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ പറയുക, നിയ ഹായ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് വേണം നമുക്ക് മറ്റു പല ചാപ്റ്ററുകളിലേക്കും പോകാൻ. ലൈക്ക് സെക്കൻഡ് ഇയറിലെ ചാപ്റ്ററുകളും അതുപോലെ ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററും ഇങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിലേക്കും നമുക്ക് പോകേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേണം. അപ്പോൾ ഇതിനെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചാപ്റ്ററായിട്ട്, ഒരു സിംഗിൾ ചാപ്റ്ററായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. നമുക്കിനി മുമ്പോട്ട് വരാനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇതിനെ കൂടെ വേണം കൂട്ടിയെടുക്കാൻ. സോ അതുകൊണ്ട് ഞാൻ ഇതിനൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറയുന്നില്ല. ഓൾ റൈറ്റ്. പിന്നെ അടുത്ത് വരുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. സോ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് കണ്ടുവരുന്നതിൽ SPDF എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതിനകത്ത് പി ബ്ലോക്ക് സെക്കൻഡ് ഇയർ ആണ് ചില വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പി ബ്ലോക്കിൻ്റെ ഫസ്റ്റ് ഇയറിലെ ചാപ്റ്ററാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതും നമുക്കൊരു ക്വസ്റ്റ്യനോ ഒക്കെ, ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ പ്രതീക്ഷിക്കാം. പക്ഷേ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. മുഹമ്മദ് ബാസിൽ ഹായ്. നിയ എന്നാ പറ്റി? നിയ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മുടെ ഓഫീസിലേക്കൊന്ന് വിളിക്കൂ. നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. സോ നമ്മുടെ കുറച്ച് സമയമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് 3 മണിക്കൂറാണുള്ളത്. 3 മണിക്കൂറിൽ നമ്മുടെ മുമ്പിൽ ഇന്ന് 50 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഞാനതിനകത്ത് പി ബ്ലോക്കിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസാണ് എടുത്തിട്ടുള്ളൂ. കാരണം ഇക്വിലിബ്രിയവും ഓർഗാനിക് കെമിസ്ട്രിയും കുറച്ചധികം നമുക്ക് പറഞ്ഞ് പോയാലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് 50 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. ഓൾറൈറ്റ്. സോ ഇക്വിലിബ്രിയത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. X gives Y. Reaction is said to be in equilibrium when. അതായത് ഒരു റിയാക്ഷൻ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയാൻ പറ്റുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആൻസറുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. നോക്കുക, ഒന്നാമത്തെ ഓപ്ഷൻ ഓൺലി 10% കൺവേർഷൻ X to Y takes place. രണ്ടാമത്തത് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് X to Y take place. അല്ലെങ്കിൽ ഓൺലി 50% കൺവേർഷൻ ഓഫ് X to Y take place. അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് X to Y becomes equal to the rate of change of Y to X in the system. സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ ആ തുടക്കത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ബേസിക് കൺസെപ്റ്റാണ് ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത്. അതായത് നമ്മൾ ഒരു റിയാക്ഷൻ്റെ കോർഡിനേറ്റിനെ കൺസിഡർ ചെയ്യുവാണ്. ലൈക്ക് ഇവിടെ X ആക്സിൽ നമ്മൾ ടൈം എടുത്തു, അതുപോലെ Y ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷൻ എടുത്തു. ഓൾറൈറ്റ്. സോ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് ഉറപ്പായിട്ടും ഹയർ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും ആരായിരിക്കും? റിയാക്റ്റൻ്റ് ആയിരിക്കും. സോ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ക്യാൻ ബി കൺസിഡർ 0. സോ വിച്ച് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എടുക്കുന്നത് ഏതാണോ അത് തന്നെയായിരിക്കും ഈ പറയുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ മക്കളെ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അപ്പോൾ എവിടെയായിരിക്കും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓൾവേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഒറിജിനിൽ നിന്നായിരിക്കും. കാരണം ആ സമയത്ത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. കാരണം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്താലല്ലേ ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവത്തുള്ളൂ.
സോ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. ആദ്യം എന്ത് ചെയ്തു? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. ഇനി ഈ ചോദ്യത്തിൽ ഇത് എവിടെ പോയി നിൽക്കുമ്പോഴാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അല്ലേ മക്കളെ? സോ ഒരു റിയാക്ഷൻ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലെത്തുക? അപ്പോൾ അതിനു മുമ്പ് ആദ്യം പറയട്ടെ, ചോദ്യം ഒരു റിയാക്ഷൻ അല്ല, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതായത് എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റ് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റായി മാറി. ഇതിനകത്ത് എപ്പോഴാണ് നമുക്ക് ഈ സിമ്പൽ ഉപയോഗിക്കാൻ പറ്റുക? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 2 ടൈപ്പ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് എടുത്തത് റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറി? ബി ആയിട്ട് മാറി. അതേപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ, ഇനഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി ആയി കഴിയുമ്പോൾ ബി എന്തായിട്ട് മാറും? എ ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോ എ ബി ആയിട്ട് മാറി, അതുപോലെ തന്നെ ബി എ ആയിട്ട് മാറി. സോ ഈ 2 റിയാക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ നമ്മളതിനെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഇനി എന്താണ് സംഭവിക്കുന്നത്? റിയാക്ഷൻ മുമ്പോട്ട് പോവുകയാണ്. കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള റിയാക്റ്റൻ്റ് ആണ്. സോ റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായി, പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റായി. മക്കളെ, ഇക്വിലിബ്രിയം എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ റിയാക്ഷനെ നമുക്ക് ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിനൊരു റേറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് നോൺ ആസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ദെൻ ദ സെക്കൻഡ് തിങ് ഈസ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? ഈ തുടങ്ങുന്ന സമയത്ത് രണ്ടിൻ്റെയും റേറ്റ് ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യാസമുണ്ടാവും. പക്ഷേ കുറേ സമയം കഴിയുമ്പോൾ, റിയാക്ഷൻ നടന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന 2 വാല്യൂസും, അതായത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ ഒരു കണ്ടീഷനിലെത്തും. ഈ കണ്ടീഷനിലെത്തുമ്പോഴാണ് മക്കളെ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനെ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ റിയാക്ഷനെ ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ന് വിളിക്കുക. അത് റിയാക്ഷൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും ആകാം. റിയാക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആവാം. അതായത് റിയാക്ഷൻ തുടങ്ങി, എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഒരു സമയത്തും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ക്യാൻ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സോ റിയാക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതേപോലെ തന്നെ മേ ബി ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ക്യാൻ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഈ സമയത്തും ഇതിനെന്താവാം? ഈ പറയുന്ന റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ക്യാൻ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. സംടൈംസ് ഈ റിയാക്ഷൻ്റെ റേറ്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് കുറഞ്ഞ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. ഇനി അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ആ സമയത്ത് കോൺസെൻട്രേഷൻ കൂടി ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി, മാക്സിമം കോൺസെൻട്രേഷൻ ആവാറായി. ആ സമയത്തും വേണമെങ്കിൽ എന്താ അറ്റൈൻ ചെയ്യാം? ഈ പറയുന്ന ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാം. സോ ഒരു റിവേഴ്സിബിൾ റിയാക്ഷന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ഇന്ന കോൺസെൻട്രേഷൻ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ? സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 10% കൺവേർഷൻ നടക്കുമ്പോൾ ഈ പറയുന്ന ഇക്വിലിബ്രിയം ആവുമെന്നാണ് പറയുന്നത്. ആവില്ല എന്നൊന്നും പറയില്ല, പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ മാത്രമല്ല ആകുന്നത്. ഓക്കെ, ഇനി കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് എക്സ് ടു വൈ ടേക്ക് പ്ലേസ്. കംപ്ലീറ്റ് ആയിട്ട് എക്സ് വൈ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഉണ്ടാവില്ല. സോ അപ്പോൾ ഇതും അല്ല. ദെൻ 50% കൺവേർഷൻ ഓഫ് എക്സ് ടു വൈ. ഇതെനിക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞ ആൻസർ തന്നെയാണ് പറയാനുള്ളത്. 50% കൺവേർഷനിൽ ഈ പറയുന്ന ഇക്വിലിബ്രിയം ആവില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ സമയത്ത് തന്നെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ അതുകൊണ്ട് ഈ ഓപ്ഷനും അല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് ടു വൈ becomes equal to the rate of change of y to x in the system. So the right answer is option 4. Clear? Fine. So we are moving to the next question. Then what should be the active mass in moles per liter when 0.0745 gram of potassium chloride is present in 1000 ml solution?
Clear? So we need to find out the active mass. So active mass, rate of a chemical reaction proportional to active mass. Active mass of the reactant. Now this active mass, here we need to find out it in moles per liter. Clear? So they are അവർ എന്ത് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, 1000 ml എന്ന അവർ വോളിയം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, മോളിലേക്ക് കൺവേർട്ട് ചെയ്താൽ പോരെ. സോ ഒന്നുമില്ല, മൊളാരിറ്റി കണ്ടുപിടിച്ചാൽ മതി, ശരിയല്ലേ? സോ molarity is equal to, the given mass is equal to 0.745 and it is potassium chloride. Solute എന്ന് പറയുന്നത് potassium chloride ആണ്. അതുകൊണ്ട് അതിൻ്റെ molecular mass കണ്ടുപിടിക്കണം. That is equal to 74.5 and volume is equal to 1000 ml. So it is in ml. So അതുകൊണ്ട് 1000 divided by 1000, it get cancelled. So ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്നതിനെ 74.5 into 10 raised to minus 2 divided by 74.5 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. So it get cancelled and that is equal to 10 raised to minus 2. So 10 raised to minus 2 is equal to 0.01. So the right answer is 0.01 moles per liter. Clear? Okay ആണോ? Clear ആയോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് 4 gram of oxygen and 2 gram of hydrogen confined in a bulb of 1 liter at 0 degree Celsius. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രഷറാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? സോ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്നാ ചെയ്യേണ്ടത്? ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഇവിടെയും വെയിറ്റ് തന്നെയാണ്. പിന്നെ എന്നാ തന്നിരിക്കുന്നത്? വോളിയം തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഓൾസോ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വോളിയവും ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും തന്നിട്ടുണ്ട്, ശരിയല്ലേ? സോറി, നോട്ട് നമ്പർ ഓഫ് മോൾസ്, ഗിവൺ വെയിറ്റ് തന്നിട്ടുണ്ട്. സോ ഇതിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. സിമ്പിളാണ്, നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു NRT. ഓക്കെ ആണോ? അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത് പി ആണ്. സോ പി വിൽ ബി ഈക്വൽ ടു NRT ഡിവൈഡഡ് ബൈ വി. ഓൾറൈറ്റ്. സോ ഇതിനകത്ത് എന്നിൻ്റെ വാല്യൂ ഇവിടെ എങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അത് കണ്ടുപിടിക്കേണ്ടി വരും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഇവിടെ ഇതൊരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്, ശരിയല്ലേ? സോ മിക്സ്ചർ ഓഫ് ഗ്യാസ് ആയതുകൊണ്ട് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ആ രണ്ട് ഗ്യാസിൻ്റെയും നമ്പർ ഓഫ് മോൾസുകളുടെ സമ്മായിരിക്കും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഗ്യാസിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ഇൻഡിവിജ്വലായിട്ട് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്യാം. സോ ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 divided by the mass of molecular mass of oxygen, that is equal to 32 and that is equal to 0.125. ഞാനിതിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്ലിയർ ആണോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഞാനിതിങ്ങനെ എഴുതി കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഈ പറയുന്ന ആൻസർ കീ കണ്ടുപിടിച്ചു, സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് പരിപാടി നിർത്തി പോകരുത്. നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ ഈ പറയുന്ന കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കരുത്, സ്വന്തമായിട്ട് ചെയ്യുക. കൂടുതൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യത്തിന് കുറച്ചുകൂടെ എന്താ പറയുക, നിങ്ങൾക്ക് പ്രാക്ടീസ് കിട്ടും, കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ കിട്ടി. അടുത്തത് വേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2 gram ഡിവൈഡഡ് ബൈ molecular mass of hydrogen, that is also 2 gram. So that is equal to 1 mole. So N total will be is equal to NO2 plus NH2. Clear? And that is equal to N total is equal to 0.125 plus 1, that is equal to 1.125. Now we can substitute the values, right? So here it is, P is equal to 1.125 into, the unit is in ATM, therefore 0.0821 into 0 degree Celsius. So we need to convert it into Kelvin scale. So 0 degree Celsius plus 273, that is equal to 273 Kelvin divided by volume, that is equal to 1 liter. Clear? So you need to solve this one. Then you will get an answer
25.184 atm. So this is the right answer. So option 1 will be the right option. Clear? So it's a simple question, something related to states of matter, but here you need to consider a mixture of gas, so total number of moles need to be considered. That's the thing. All right, then moving to the next question. In which of the following equilibrium equation Kp greater than Kc? The main thing in our chapter, Kp and Kc, equilibrium constant. So now consider a chemical reaction. I will just explain the equilibrium constant, that is consider a chemical reaction. AA plus BB gives CC plus DD. Alright, then equilibrium constant in terms of concentration, that will be equal to molar concentration of C raised to C into molar concentration of D raised to D divided by molar concentration of A raised to A into molar concentration of B raised to B. Clear? Then if it is ഇത് സൊല്യൂഷൻ ആണെന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന മോളാർ കോൺസെൻട്രേഷൻ ഉപയോഗിക്കാൻ പറ്റുക. ഇത് ഗ്യാസ് ആണെങ്കിൽ മക്കളെ ഇത് KC എന്നല്ല പറയുക, നമ്മളതിനെ വിളിക്കുക KP എന്നാണ് വിളിക്കുക. ആ സമയത്ത് ഇതിൻ്റെ റിലേഷൻ വരുന്നത് PC റേസ് ടു C, PD റേസ് ടു D ഡിവൈഡഡ് ബൈ PA റേസ് ടു A ആൻഡ് PB റേസ് ടു B. സോ ദർ വിൽ ബി KP ആൻഡ് KC. ഇത് രണ്ടുമുണ്ട്, ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സോ KPയിൽ നിന്ന് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യാം? KC ഡിറൈവ് ചെയ്യാം. വേറൊന്നുമല്ല, ഈ പ്രഷറിനെ മക്കളെ പ്രഷർ PV is equal to NRT ആണ് ആൻഡ് P is equal to N/V RT ആണ്. Okay, so P is equal to number of moles divided by volume is the concentration, CRT. Okay, so pressure can be written as CRT. So then PC will become CCRT and PD become CDRT, PA become CART and PB become CBRT. So there is a similar term. ആ പറയുന്ന എല്ലാത്തിലും ഒരു സിമിലർ ടൈം ഉണ്ട്, ദാറ്റ് ഈസ് RT. ശരിയല്ലേ? അപ്പോൾ അതിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എഴുതുമ്പോൾ KP is equal to നമുക്ക് KC into RT raised to delta N, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കിട്ടും. And this is the relationship between KP and KC. Now ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ KPയുടെയും KCയുടെയും വാല്യൂവിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഈ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസിനെ. സോ ഇവിടെ 2-3 സിറ്റുവേഷൻസ് വരാം. ഒന്നാമത്തെ സിറ്റുവേഷൻ ഡെൽറ്റ N എന്താവാം? 0 ആവാം. ഡെൽറ്റ N 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്തായിട്ട് മാറി? ദാറ്റ് ടൈം KP വിൽ ബി ഈക്വൽ ടു KC. ക്ലിയർ? സോ ആ സമയത്ത് എന്തായിട്ട് മാറും? KP ഈസ് ഈക്വൽ ടു KC ആയിട്ട് മാറും. ഇനി ഇഫ് ഡെൽറ്റ N ഗ്രേറ്റർ ദാൻ 1, ഡെൽറ്റ N ഗ്രേറ്റർ ദാൻ 1 പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ N എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ആ സമയത്ത് KP ക്യാൻ ബി റിട്ടൺ ആസ് KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ N ഇറ്റ് സെൽഫ്. അതങ്ങനെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. സോ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് KP എന്ന് പറയുന്നത് KCയോട് എന്തുകൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? KP വിൽ ബി ഗ്രേറ്റർ ദാൻ KC. സോ ഇഫ് ഡെൽറ്റ N ഈസ് ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ, ദെൻ KP വിൽ ബി ഗ്രേറ്റർ ദാൻ KC ആയിരിക്കും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, ഡെൽറ്റ N ലെസ് ദാൻ 1. Sorry, here it is 0. So here KP is equal to KC into RT raised to some minus value. Clear? In that time KP is equal to KC divided by RT raised to N. That means KP will be less than KC. Clear? So there is 3 conditions. Okay, fine. So now moving to the question, KP greater than KC. We need to find out KP greater than KC. In which condition KP become greater than KC? KC എപ്പോഴാണ് KPനേക്കാൾ കുറഞ്ഞു പോവുക? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടും ഏത് സമയത്താണ്? ഡെൽറ്റ Nൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുന്ന സമയത്ത്. സോ ഡെൽറ്റ N എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ KP എന്ന് പറയുന്നത് KCനേക്കാളും വലുതാവുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം.
തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ഈ പറഞ്ഞ കാര്യം വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏതിനാണ് ഡെൽറ്റ എൻ പോസിറ്റീവ് എന്ന് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ആൻസറായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒന്നാമത്തെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൊഡക്റ്റ് സൈഡിൽ ആൻഡ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു delta n is equal to n total of product minus n total of reactant. Alright, so here the total number of moles of reactant is, here it is 2 moles of sulfur and 1 moles of oxygen. So the total number of product will be 3 and the reactant will be 2. So delta n is equal to 3 minus 2, that is equal to 1. So that is a positive value. So that may be our answer. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഓപ്ഷൻസിനെ കൂടി കൺസിഡർ ചെയ്യണം. അവിടെ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയണ്ടേ. സോ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാം. PCl5 നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ് വരുന്നത്, 1 ആണ് വരുന്നത്. ഇനി റിയാക്ടൻറ്റ് സൈഡ് നോക്കുക, 1 and 1. So 1 plus 1, 2. So 1 minus 2, that is equal to minus 1. So that will not be the answer. Then the third option, the product side it is 2 minus reactant side 1 and 1. So 1 plus 1, 2. So 2 minus 2, that is equal to 0. And that time Kp will be equal to Kc. Then the fourth option. In product side it is 2 minus, in reactant side 3 and 1. So 2 minus 4, that is equal to minus 2. Here delta n is positive only in the case of the first reaction. Therefore Kp greater than Kc, A is correct. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജവാദ് അലി ഇയാളുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ 1 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അസ്മി ഓക്കെ ആണ്. ദെൻ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ഇപ്പോൾ KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്. നോക്കുക കേട്ടോ. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ A plus B gives C plus 2D. Equilibrium constant is equal to K1. And next reaction, A plus E gives C plus F. In that time, equilibrium constant is equal to K2. Then equilibrium constant for the reaction 2D plus E gives B plus F will be. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മൂന്നാമതൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. മക്കളെ ഈ പ്രോപ്പർട്ടി ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ ഒരു 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു റിയാക്ഷൻ A gives B, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K1 ആണെന്ന് വിചാരിക്കാം. ദെൻ അടുത്തൊരു റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം, C gives D, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K2 ആണെന്ന് വിചാരിക്കുക. ദെൻ ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ റിലേഷൻ ഉണ്ടാക്കി, A plus C gives B plus D. Okay ആണോ? So what will be the equilibrium constant of this value? Molar concentration of B divided by molar concentration of A. And here it is molar concentration of D divided by molar concentration of C. Okay, now here the K3 will be equal to molar concentration of B into molar concentration of D divided by molar concentration of A into molar concentration of C. And it is clear that it is the K1 and this is the K2. So K3 will be equal to K1 into K2. Means നിങ്ങൾ രണ്ട് റിയാക്ഷനെ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പുതിയ ആഡ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ പുതിയ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവയുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റുകളെ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെ ആണോ? സോ ഒന്നാമത്തെ കാര്യം. ദെൻ രണ്ടാമത്തത്, ഈ റിലേഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തു, A gives B and this time the equilibrium constant is equal to K1 itself. Then രണ്ടാമത് മറ്റൊരു റിയാക്ഷൻ കണ്ടുപിടിക്കുകയാണ്, that is B gives A, ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K2 ആയിരിക്കും. സോ നമുക്ക് K1 ഉം K2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. K1 is equal to molar concentration of B divided by molar concentration of A. Here K2 molar concentration of A divided by molar concentration of B. Look at the reaction. ഫസ്റ്റ് റിയാക്ഷൻ്റെ റിവേഴ്സ് റിയാക്ഷനാണ് എന്ത് തന്നിരിക്കുന്നത്, സെക്കൻഡ് റിയാക്ഷൻ തന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട്
ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും? ആ റിയാക്ഷൻ്റെ ആദ്യത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതിയാവും. സോ 1/K1. സോ നമ്മുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ ഓക്കെ ആണോ? ദെൻ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വരാം. ഇഫ് എ ഗീവ്സ് ബി, so equilibrium constant is equal to K1 and that is equal to molar concentration of B divided by molar concentration of A. Okay. Now നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ റിയാക്ഷനെ n എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ റിലേഷൻ എന്തായിട്ട് മാറി? NA gives NB എന്ന് കിട്ടും. ഉറപ്പായിട്ടും അതിനൊരു പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവും and that is K2. Okay. Now K2 will be equal to molar concentration of B raised to n divided by molar concentration of A raised to n, and that is equal to molar concentration of B divided by molar concentration of A all raised to n. That is K2 is equal to K1 raised to n. അതായത് നിങ്ങളൊരു കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനെ n എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത ആ ഇൻറ്റീജർ എന്തായിട്ട് എഴുതിയാൽ മതി? പവറായിട്ട് എഴുതി കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ? സോ ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. റിവേഴ്സ് റിയാക്ഷൻ എടുക്കുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻവേഴ്സ് എടുക്കുക. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ പവറാക്കിയെടുത്ത് പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ സ്റ്റൈലാണിത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക കേട്ടോ, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? രണ്ട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ റിയാക്ഷൻ? A plus B gives C plus D. And there is equilibrium constant K1. Then there is another relation. A plus E gives E plus C. And equilibrium constant is K2. Now we need to find out the equilibrium constant of another reaction, that is 2D plus E gives B plus F. Alright. So നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ തെർമോഡൈനാമിക്സിലും ഒക്കെ ചെയ്ത അതേ കാര്യം തന്നെയാണ് മക്കളെ നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. ഈ തന്നിരിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷനിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മൂന്നാമത്തെ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിക്കുക. ഏതെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വഴി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. പറയട്ടെ, ഇതിൽ നോക്കിക്കേ. ഈ റിയാക്ഷനിൽ ആദ്യം 2D തന്നിട്ടുണ്ട്. സോറി, ഞാനിവിടെ എഴുതിയപ്പോൾ ഒരു 2 മിസ്സായിപ്പോയി. സോ ഇവിടെ ആദ്യം എന്ത് തന്നിട്ടുണ്ട്? 2D തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ റിയാക്റ്റൻ സൈഡിലുള്ള 2D എന്ന് പറയുന്നത് ഒന്നാമത്തെ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് സൈഡിലുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അപ്പോൾ ഒന്നാമത്തെ റിയാക്ഷൻ്റെ റിവേഴ്സ് റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ അഡീഷൻ ഓപ്പറേഷനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്നാമത്തെ റിയാക്ഷൻ്റെ എന്ത് കിട്ടും? റിയാക്റ്റൻ സൈഡ് കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഒന്നാമത്തെ റിയാക്ഷൻ്റെ റിവേഴ്സ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് C plus 2D gives A plus B. Now what will be the value of equilibrium constant? So അത് നമുക്കറിയാം. നമുക്ക് എന്താ അറിയാവുന്നത്? ഒന്നാമത്തെ റിയാക്ഷൻ്റെ ഒരു റിയാക്ഷൻ്റെ റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. Now it will be 1/K1. All right. Now the second thing, C plus F. Actually here it is. Sorry da, ഞാനത് എഴുതിയതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് C plus F ആണ് വരിക. ഓക്കെ. Now the next reactant, that is E. All right. That is also present in the reactant side of the second reaction. That means ആ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ റിയാക്ഷനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം. സോ
A plus E gives C plus F, and that's equilibrium constant is equal to K2. Now add equation number. This is equation number 1, this is equation number 2, this is equation number 3, this is again equation number 2. So add equation number 3 and 2. Then you will get C plus 2D plus A plus E gives A plus B plus C plus F. Alright. So this C and this C get cancelled. This A and this A get cancelled. So the remaining thing is 2D plus E gives B plus F, and that is the third relationship. So what we have to do? Just multiply the equilibrium constant of the equation that we add. Clear? Okay, fine. Then the K3 will be equal to 1 by K1 into K2. So that is equal to K2 by K1. So this is the final relationship. Option 1 will be the right answer. Clear? Okay. Then move to the next question. Which oxide of nitrogen is most stable? It's a very simple question, right? So which oxide of nitrogen is most stable? First of all, in that question, you need to identify the position of that substance need to be stable. That is nitrogen oxide. നൈട്രജൻ്റെ ഓക്സൈഡിൻ്റെ പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കുക. ഇവിടെ എല്ലാ റിയാക്ഷനിലും റിയാക്റ്റൻറ്റ് സൈഡിലാണ് മക്കളെ ആര് വന്നിരിക്കുന്നത്? നൈട്രജൻ്റെ ഓക്സൈഡ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? നൈട്രജൻ്റെ ഓക്സൈഡ് വന്നിരിക്കുന്നത് റിയാക്റ്റൻറ്റ് സൈഡിലാണ്. ആൻഡ് ഈ നമ്മുടെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലേഷൻഷിപ്പ് എപ്പോഴും എങ്ങനെയാണ് വരിക? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്, ഇങ്ങനെയല്ലേ വരിക? ഓക്കെ ആണോ? സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ വാല്യൂ ഏറ്റവും ചെറുതായിരിക്കണം. ലോജിക്ക് മനസ്സിലായോ? 2-3 കാര്യങ്ങളുണ്ട്. ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യരുത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സ്റ്റേബിൾ ആവേണ്ട സബ്സ്റ്റൻസിൻ്റെ പൊസിഷൻ പ്രൊഡക്റ്റ് സൈഡാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ തമ്മിലുള്ള റിലേഷൻ വേണം നിങ്ങൾ ആ സമയത്ത് കൺസിഡർ ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നൈട്രജൻ്റെ ഓക്സൈഡ് ഉള്ളത് ഏത് സൈഡിലാണ്? റിയാക്റ്റൻറ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും റിയാക്റ്റൻറ്റിനെയും തമ്മിലുള്ള റിലേഷൻ എടുത്തത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഏറ്റവും കുറഞ്ഞതിനായിരിക്കും ഈ പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 വിച്ച് വിൽ ഹാവ് ദ ലീസ്റ്റ് വാല്യൂ. ഓൾറൈറ്റ്. സോ ഓപ്ഷൻ 1 വിൽ ബി ദ right answer. Okay, so moving to the next question. Question number 4 moles of PCl5 are heated at constant temperature in a closed container. If a degree of dissociation for PCl5 is 0.5, then calculate the total number of moles at equilibrium. So it's a very simple question, but actually option A ആണ് correct. ബാസിലെ കറക്റ്റാണ്, ഓപ്ഷൻ എ ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനും അതുപോലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാനും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? PCl5 ഒരു കണ്ടെയ്നറിലെടുത്ത് ഡീകമ്പോസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്താ റിയാക്ഷൻ ഉണ്ടാവുക? PCl5 ദാറ്റ് ഡീകമ്പോസസ് ടു ഗീവ് PCl3 plus Cl2. And initially the PCl5 will have 4 moles, right? So initial situation when D is equal to 0, the number of moles of PCl5 is equal to 4, and that time the concentration or the presence of product will be 0. So it is 0, here also it is 0. Now the reaction is carried on, and at a particular time T becomes T equilibrium. That means equilibrium time attain ചെയ്തു. ആ സമയത്ത് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് 0.5 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.5 ആണെങ്കിൽ യു നോ ദാറ്റ് A gives B plus C. Initial concentration C 0 0.
If degree of dissociation is alpha, the concentration of B will be C alpha. Here it is also C alpha, and here it will be C into 1 minus alpha. You can apply that, right? So 4 into the degree of dissociation, 0.5. Here also 4 into 0.5. Here 4 into 1 minus 0.5. Alright, so 4 into 0.5, that means 4 by 2, that is equal to 2. Here also 4 into 1 by 2, that is 2. And here 1 minus 0.5 is equal to 0.5, so again 4 into 0.5, that is also equal to 2. Now the total number of moles. PCl will have 2 mole and PCl3 2 mole ഉണ്ടാവും, അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്നതും 2 mole ഉണ്ടാവും. So total number of moles എന്ന് പറയുന്നത് 2 plus 2 plus 2 ആയിരിക്കും, that is equal to 6 ആയിരിക്കും. Clear? So the answer is option 2, 6. Fine. So Oswald dilution principle, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സെഷൻ നന്നായിട്ട് പഠിക്കണം. അതിന് നമുക്ക് ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണം. ആ പി എച്ചിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ, ഓസ്വാൾഡ് ഡൈലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ശരി, ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, 28 gram of nitrogen and 6 gram of hydrogen were kept at 400 degrees Celsius in a 1 liter vessel. The equilibrium mixture contained 27.54 gram of ammonia. The approximate value of Kc for the reaction, and the reaction is N2 plus 3H2 gives 2NH3 can be. ഇപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതേ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ എന്താണ് റിയാക്ഷൻ? N2 plus 3H2 gives 2NH3. This is the reaction. Clear? And ഈ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വെയിറ്റ് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നൈട്രജൻ 28 ഗ്രാമും ഹൈഡ്രജൻ 6 ഗ്രാമും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ വെൻ T ഈസ് ഈക്വൽ ടു 0, നൈട്രജൻ്റെ വാല്യൂ 28 ഗ്രാം, ആ സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഹൈഡ്രജൻ്റെ വാല്യൂ 6 ഗ്രാം. സോ ഈ പറയുന്ന വെയിറ്റിനേക്കാളും കൂടുതൽ നല്ലത് നമ്മളിപ്പോഴും നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ അതിനെ ഞാൻ നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. സോ നൈട്രജൻ 28 ഡിവൈഡഡ് ബൈ 28 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 2. ഫൈൻ. സോ ഇറ്റ് ഈസ് 1 mole ആൻഡ് 3 mole. ആൻഡ് ദാറ്റ് ടൈം the number of moles of ammonia is equal to 0. Okay, now the equilibrium, T equilibrium. ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളോടൊരു കണ്ടീഷൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, പകരം പറയുവാണ് ആ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിനകത്ത് 27.54 ഗ്രാം അമോണിയ ഉണ്ടെന്ന് അവർ നമ്മളോട് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. സോ എന്താ ഉള്ളത്? ഇവിടെ 27.54 ഗ്രാം അമോണിയ ഉണ്ട്. നമുക്കതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ammonia, so that is equal to 27.54 divided by the molecular mass, that is equal to 17. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 1.62 മോളാണ് മക്കളെ. അതായത് ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1.62 ആണ്. 1.62 ആണ്. സോ അതിനാനുപാതികമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം ഈ നൈട്രജനും ഹൈഡ്രജനും ഈ റിയാക്ഷനിൽ നടത്തിയിട്ടുണ്ടാവുക. അതിനാനുപാതികമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നൈട്രജനും ഹൈഡ്രജനും ഇവിടെ ബാലൻസും വരുത്തിയിട്ടുണ്ടാവുക. ശരിയല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ നോക്കിക്കേ, 1 mole of nitrogen complete react with 3 moles of hydrogen gives 2 moles of ammonia. Fine. That means if 2 moles of ammonia produces from 1 mole of nitrogen, then 1.62 mole of ammonia produces from x moles of nitrogen. Actually ഈ 2ൻ്റെ നേരെ പകുതിയല്ലേ ഇത്, അപ്പോൾ ഉറപ്പായിട്ടും 1.62ൻ്റെ പകുതി ആയിരിക്കില്ല ഇവിടെ വരേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.81. സോ നൈട്രജൻ എമൗണ്ട് വിൽ ബി 0.81. നൈട്രജൻ യൂസ്ഡ് is equal to 0.81. Clear? So nitrogen remaining, initially അത് 1 mole ആണെന്നുണ്ടായിരുന്നത്. ശരിയല്ലേ? സോ 1 മൈനസ് അതിനകത്ത് 0.81 റിയാക്ട് ചെയ്ത് പോയി.
ഓക്കെ, സോ ബാക്കി എന്താണുള്ളത്? 0.81 റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 0.19 മോൾ. സോ നൈട്രജൻ്റെ വാല്യൂ കിട്ടി 0.19 മോൾ. ഓക്കെ, നൗ ഹൈഡ്രജൻ്റെ കണ്ടുപിടിക്കണം. കറക്റ്റ് ആണോ? അതായത് 2 മോൾസ് ഓഫ്, അതിൻ്റെ കേസ് നമുക്ക് പറഞ്ഞു തരാം. 2 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാവാൻ 3 മോൾ ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ അഗെയിൻ 1.62 മോൾ അമോണിയ ഉണ്ടാവാൻ x മോൾ ഹൈഡ്രജൻ വേണം. റൈറ്റ്? സോ x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1.62 ഡിവൈഡഡ് ബൈ 2. So that is equal to 0.57. 0.57. Sorry, not 0.57. Wait. 1.62, 0.8, 24, 2.4, 2.43. That is equal to 2.43. So number of moles of hydrogen consumed is 2.43. So number of moles of hydrogen remaining, that is equal to, initial number of moles is equal to 3. So 3 minus 2.43, that is equal to 0.57. So the remaining concentration is equal to 0.57. So this is the number of moles actually present in the equilibrium state, and the volume is 1 liter. So ഇതിനെ തന്നെ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ all square divided by molar concentration of N2 into molar concentration of H2, and that is equal to 1.62 all square divided by 0.19 multiplied with 0.57 the whole cube. കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 75 ആണ്. സോ 75 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1. മുഹമ്മദ് ബാസിൽ, ദ ആൻസർ ഈസ് കറക്റ്റ്. ഓക്കെ, ഫൈൻ, ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഇത്രയേ ചെയ്തിട്ടുള്ളൂ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ട് അവരെന്താ തന്നിരിക്കുന്നത്? അമോണിയ ഇക്വിലിബ്രിയം പൊസിഷനിൽ എന്തുമാത്രം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? ആ 1.62 മോൾ അമോണിയ ഉണ്ടാവാൻ എന്തുമാത്രം ഹൈഡ്രജനും നൈട്രജനും റിയാക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു. ആ കിട്ടിയ വാല്യൂവിനെ ഇനീഷ്യലി ഉണ്ടായിരുന്ന നൈട്രജൻ നമ്പർ ഓഫ് മോൾസിൽ നിന്നും ഹൈഡ്രജൻ നമ്പർ ഓഫ് മോൾസിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോഴെനിക്ക് എന്ത് കിട്ടും? ഈ ഇക്വിലിബ്രിയത്തിലുണ്ടായിരുന്ന കോൺസെൻട്രേഷൻ കിട്ടി. സോ അതിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി വിൽ ഗെറ്റ് ദ ആൻസർ, ദാറ്റ് ഈസ് ഇക്വൽ ടു 75. ക്ലിയർ? മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. For the reaction PCl5 gives PCl3 plus Cl2. The degree of dissociation varies inversely as the square root of the pressure of the system. Supposing at a constant temperature, if the volume is increased 16 times the initial volume, the degree of dissociation for this reaction will become. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് അല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ടായ വേരിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്നാ അവർ പറഞ്ഞേക്കുന്നത്? For the reaction PCl5 gives PCl3 plus Cl2, the degree of dissociation varies inversely as the square root of the pressure of the system. So first condition അവർ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പ്രഷറിനോട് ഇൻവേഴ്സ്ലി, പ്രഷറിൻ്റെ സ്ക്വയർ റൂട്ടിനോട് ഇൻവേഴ്സ്ലി വേരി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ മക്കളെ? ദാറ്റ് ഈസ് ആൽഫ 1 is equal to, അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു, നോട്ട് ആൽഫ 1, ആൽഫ പ്രൊപ്പോർഷണൽ ടു 1/√P. ക്ലിയർ? ഇതാണ് നമുക്ക് ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്? ദ വോളിയം ഈസ് ഇൻക്രീസ്ഡ് 16 ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചേഞ്ച് ഒന്നാമത്തെ കണ്ടീഷനിൽ നിന്ന് രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് ഉണ്ടായപ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത് വോളിയത്തിൻ്റെ ചേഞ്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ഈ തന്നിരിക്കുന്ന റിലേഷനെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം വോളിയത്തിൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യു നോ ദാറ്റ് P is equal to nRT by V.
Clear? So root P will be equal to root of nRT divided by V. nRT are constant. nRT are constant. Clear? Therefore, we can rewrite it as alpha proportional to square root of V. Clear? Square root of V. Fine. Now consider the first situation. Alpha 1 proportional to square root of V1. Then there is another degree of dissociation that is equal to alpha 2. That will be proportional to square root of V2. Square root of V2. But there is a condition provided. The V2 is 16 times of V1. V2 is equal to 16 times of V1. So we can substitute that value in the equation. Then alpha 2 become alpha 2 proportional to square root of 16 V1. Equation number 1, equation number 2, equation number 3. Divide equation number 1 with equation number 3. Alpha 1 divided by alpha 2 is equal to square root of V1 divided by 16 V1. V1 and V1 get cancelled. So that is equal to square root of 1 by 16 or is equal to 1 by 4. Then the above equation become alpha 2 is equal to 4 alpha 1. 4 alpha 1. Clear? It's a simple question. So the answer will be option 1. Last question ഒന്നുകൂടെ പറയാം. ഈ ക്വസ്റ്റ്യൻ ആണോ? ഈ ക്വസ്റ്റ്യൻ ആണോ? സോ പറയാം, കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇത് ലൈവാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് എന്താ ചെയ്യുക, ഓൺലൈനിൽ അപ്ലോഡഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ കാണാവുന്നതേ ഉള്ളൂ. ബട്ട് എനിവേ ലൈവായിട്ട് നിങ്ങൾ വന്ന് സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ലേ. സോ അതുകൊണ്ട് ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ. സോ റിയാക്ഷൻ ഈസ് N2 plus 3H2 gives 2NH3. Alright. Okay. And they are providing that ഈ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനും ഉണ്ടെന്ന് പറഞ്ഞു. സോ വെയ്റ്റ് ഓഫ് നൈട്രജൻ ഇസ് ഈക്വൽ ടു 28 ഗ്രാം. Then number of moles of nitrogen, that is equal to 28 divided by 28, that is equal to 1. അതേപോലെ തന്നെ weight of hydrogen is equal to 6 gram. Then number of moles of hydrogen, that is equal to 6 divided by 2, 3 mole. Okay. നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്ത കണ്ടീഷൻ എഴുതാം. when T is equal to 0, നൈട്രജൻ നമ്പർ ഓഫ് മോൾസ് 1ഉം ഹൈഡ്രജൻ നമ്പർ ഓഫ് മോൾസും 3ഉം ആണ്. ആ സമയത്ത് അമോണിയ ഉണ്ടോ? അമോണിയ ഇല്ല. അമോണിയ 0 ആണ്. ഓക്കെ ആണോ? ഇനി അവർ നമ്മളോട് അടുത്ത കാര്യം പറഞ്ഞിരിക്കുകയാണ്. വെൻ ടി ഈസ് ഈക്വൽ ടു ടി ഇക്വിലിബ്രിയം ആകുമ്പോൾ അമോണിയയുടെ എമൗണ്ട്, വെയ്റ്റ് ഓഫ് അമോണിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു 27.54 ഗ്രാം ആണ്. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു 27.54 divided by 17, that is equal to 1.62. So that is the equilibrium number of moles of ammonia. Okay. Okay, equilibrium number of moles of ammonia കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയത്തിലുള്ള നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. മക്കളെ സ്റ്റോഷിയോമെട്രിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 1.62 മോൾ അമോണിയ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഹൈഡ്രജനും ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് നൈട്രജനും റിയാക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ചുകൊണ്ട് ആ റിയാക്ട് ചെയ്ത നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും എമൗണ്ട് കണ്ടുപിടിക്കാം. സോ 2 മോൾ അമോണിയ ഉണ്ടാവണമെങ്കിൽ 1 മോൾ നൈട്രജൻ മതി. അങ്ങനെയാണെങ്കിൽ 1.62 മോൾ അമോണിയ ഉണ്ടാവണമെങ്കിൽ, മോൾ എവിടെ നോക്കി, ഇതിൻ്റെ നേരെ പകുതിയല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ ഉറപ്പായിട്ടും പകുതി മോൾ മതി. സോ 0.81 മോൾ നൈട്രജൻ
ഇത്രയും മതി ഈ 1.62 ഉണ്ടാവാൻ. പക്ഷേ ഇനീഷ്യലി ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര ഉണ്ടായിരുന്നത് 1 മോളാണ്. ആ 1 മോളിൽ 0.81 മോൾ റിയാക്ട് ചെയ്ത് 1.62 അമോണിയ ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ റിമൈനിങ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.81, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.19. ഓക്കെ, അതപ്പോൾ നമുക്കിവിടെ എഴുതാം 0.19. Okay, similarly 2 moles of ammonia produced from 3 moles of hydrogen. 2 moles of ammonia produced from 3 moles of hydrogen. Then 1.62 moles of ammonia produced from x moles of hydrogen. You can find out the x. X is equal to 3 into 1.62 divided by 2. The answer will be 2.43 mole. And the initial number of moles is 3. And the number of moles of hydrogen reacted is 2.43. Then the remaining number of moles of hydrogen. Number of moles hydrogen remaining. That is equal to initial number of moles minus number of moles reacted. That is equal to 0.57. Now the all values are there. All number of moles in the equilibrium situations are there. Now you can find out the concentration. And one more thing, the volume of the solution is 1 liter. So molar concentration will be 1 divided by 1 divided by 1. Okay, now Kc is equal to molar concentration of ammonia whole square divided by molar concentration of N2 into molar concentration of H2 whole cube. That is equal to 1.62 whole square divided by 0.19 multiplied with the 0.57 the whole cube. The answer will be 75. Okay, മനസ്സിലാ? ഓക്കെ അല്ലേ? ശരി, ഇത് ഇവിടെ നോക്കിക്കേ. ഞാൻ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്തിട്ടതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ചാർട്ട്. കാരണം ഇത് ഓസ്വാൾഡ് ഡൈലൂഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ലൈക്ക് PCl5 ഡീകമ്പോസ്ഡ് PCl3Cl2 ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസിനെ 1 ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യൽ നമ്പർ ഓഫ് കോൺസെൻട്രേഷനെ 1 ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും PCl3യുടെ കോൺസെൻട്രേഷനെ ആൽഫ എന്നും ഇതിനെ ആൽഫ എന്നും ഇതിനെ 1 മൈനസ് ആൽഫ എന്നും വിളിക്കാം. നമ്മൾ എടുക്കുന്നത് C ആണെങ്കിലോ മക്കളെ ഇവിടെ എന്ത് വരും? C ഇൻറ്റു 1 മൈനസ് ആൽഫ C ആൽഫ എന്ന് കിട്ടും. ഓക്കെ ആണോ? ആ സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇനീഷ്യലി 1 ആയിരിക്കും, ഫൈനലി അത് 1 പ്ലസ് ആൽഫ ആയിരിക്കും. ഇനി ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ഇതിനെ 3നെയും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷേ നമുക്ക് 1 മോളിൻ്റെ എടുത്തിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരിക. അതുകൊണ്ടാണ് ഞാൻ ഇത് 1 മോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ 1 പ്ലസ് ആൽഫ വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ആൻഡ് ദാറ്റ് ടൈം ഫോർ 1 മോൾ ഓഫ് എ ഗ്യാസ് the volume will be 22.4. Fine. Then if the number of moles changes to 1 plus alpha, then the volume also changes to 22.4 into 1 plus alpha. Clear? Now the vapor density. In the initial state, anyway, the vapor density is inversely proportional to volume. Clear? So we can substitute the values. dt divided by d0 is equal to v0 divided by vt. V0 is equal to 22.4 into 1 plus alpha and 22.4. So dt by d0 is equal to 1 plus alpha, or alpha is equal to dt divided minus d0 divided by d0. So d0 is the vapor density at equilibrium condition, and dt is the vapor density in the initial situation. So our relation on ortho vekya. Now the question, the vapor density of undecomposed N2O4 is 46 when heated. Vapor density decreases to 24.5 due to its dissociation to NO2. The percentage dissociation of N2O4 at the final temperature is. So the same question, alpha that is equal to dt minus d0 divided by d0, and you can substitute the values. That is equal to 46 minus 24.5 divided by 24.5. What I get is 0.87. So this is the degree of dissociation, but the question they are asking percentage dissociation. So percentage dissociation is equal to
degree of dissociation into 100. So that is equal to 0.87 into 100 is equal to 87%. Alright. Okay, okay, fine. Then next question. A reaction mixture containing hydrogen, nitrogen and ammonia has partial pressure 2 atm, 1 atm and 3 atm respectively at 725 Kelvin. If the value of Kp for the reaction N2 plus 3H2 gives 2NH3 is 4.28 into 10 raised to minus 5 at atm raised to minus 2 at 725 Kelvin, in which direction the net reaction will go? Actually, yeah, Aqua, your answer will be answer correct ആണ് കേട്ടോ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് KC ആണ്. ആൻഡ് യു നോ ദാറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. അതായത് ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തു, A plus B gives C plus D. ഇത് ഇക്വിലിബ്രിയം അല്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അതിനകത്തൊരു ടേം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് QC is equal to molar concentration of C into molar concentration of D divided by molar concentration of A into molar concentration of B. And this term is what known as reaction quotient. And when this equation becomes, or this condition becomes equilibrium, this QC changes to KC. That means equilibrium constant is QC. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. എല്ലാ റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ല, പക്ഷേ എല്ലാ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഈ പറയുന്ന റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. സോ മക്കളെ ഇത് ഓർത്ത് വയ്ക്കാൻ ഞാൻ നിങ്ങളൊരു വഴി പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാൻ. ഒരു റിയാക്ഷൻ്റെ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെയുള്ള കണ്ടീഷനാണ് കേട്ടോ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, റിയാക്ഷൻ അവസാനിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ആ സമയത്തുള്ള QC ആണ് മക്കളെ നമ്മുടെ ഈ പറയുന്ന ഈ ലൈനിലുള്ള വാല്യൂസ് QCയുടെ വാല്യൂസാണ്. ആൻഡ് യു നോ ദാറ്റ് ഈ ലൈനിലുള്ള ഏതോ ഒരു പോയിൻ്റാണ് KC എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങോട്ട് QCയുടെ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എവിടെയോ ഒരു വാല്യൂ ആണ് KC എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് ഓർത്ത് വയ്ക്കാൻ ഒരു വഴി ചെയ്യാം. സപ്പോസ് QC ഗ്രേറ്റർ ദാൻ KC ആണെന്ന് വിചാരിക്കുക. ദെൻ ദാറ്റ് ടൈം ദ KC ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ ആ QCനെ നമുക്ക് അവിടെ മാപ്പ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ KCയിലേക്ക് ഒരു ആരോ വരയ്ക്കുക. ഈ ആരോ നോക്കിക്കേ, അത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ആരോ അല്ലേ എന്ന് പറഞ്ഞാൽ ഇഫ് QC ഗ്രേറ്റർ ദാൻ KC ബാക്ക്വേർഡ് റിയാക്ഷൻ ഫേവേഴ്സ്. ഓക്കെ, സിമിലർലി രണ്ടാമത്തെ കണ്ടീഷൻ QC ലെസ് ദാൻ KC ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഈ ലൈനിൽ QC എന്ന് പറയുന്നത് ആ സമയത്ത് ഏത് ഏരിയയിലായിരിക്കും? ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. ആ സമയത്ത് QCനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ആയിരിക്കും വരിക. ആ QCയിൽ നിന്ന് KCയിലേക്ക് നമ്മളൊരു ആരോ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഫോർവേഡ് റിയാക്ഷൻ്റെ ആരോ ആയിരിക്കും. മക്കളെ QC ലെസ് ദാൻ KC ആണെങ്കിൽ the reaction will favor forward reaction. Okay, and if QC equal to KC, the reaction will be in equilibrium. Okay, so ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇവർ ആദ്യം ഏതോ ഒരു കണ്ടീഷനിൽ, അത് ഇക്വിലിബ്രിയം ഒന്നും അല്ല, ഇക്വിലിബ്രിയം അല്ലാത്തൊരു കണ്ടീഷനിൽ അതിനകത്തുള്ള നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ സമയത്തുള്ള Kp കണ്ടുപിടിക്കാം. സോ Kp, സോ ദ റിയാക്ഷൻ ഈസ് ദിസ് വൺ. Kp ഈസ് ഈക്വൽ ടു 4.28 ഇൻറ്റു 10 raised to minus 5. ഓക്കെ, ഇനി അത് ഇക്വിലിബ്രിയത്തിൽ. ഇനി ഏതോ ഒരു കണ്ടീഷനിൽ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും അമോണിയയുടെ ഒക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പാർഷ്യൽ പ്രഷർ പറഞ്ഞിട്ടുണ്ട്. സോ ആ സമയത്തുള്ള QPയും നമുക്ക് കണ്ടുപിടിക്കാം. സോ QP ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ all square divided by partial pressure of nitrogen multiplied with the partial pressure of hydrogen
all cube. Value substitute ചെയ്യാം. അമോണിയയുടെ വാല്യൂ 3 ആണ്. സോ 3 ക്യൂബ് ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ ഫസ്റ്റ് നമ്മൾ നൈട്രജൻ എഴുതിയിരിക്കുന്നത്. നൈട്രജൻ്റെ വാല്യൂ 1 ആണ്. സോ 1 ഇൻറ്റു ഇനി ഹൈഡ്രജൻ്റെ വാല്യൂ 2 ആണ്. 2 ഹോൾ ക്യൂബ്. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 8. സോ ചെയ്ത് കഴിയുമ്പോൾ 1.125 ATM ആയിരിക്കും ആൻസർ വരിക. ATM raised to -2 ആയിരിക്കും ആൻസർ വരിക. സോ ദിസ് ഈസ് ദ QP ആൻഡ് ദിസ് ഈസ് ദ KP ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് QP ഈസ് ഗ്രേറ്റർ ദാൻ KP. QP is greater than KP. If QP greater than KP, the reaction will favor backward direction. Clear? So the answer is option 2. Alright? മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഈ ലോഗരിതം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പം പിന്നെ ഉള്ളത് നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അയോണിക് ഇക്വിലിബ്രിയം. ആ അയോണിക് ഇക്വിലിബ്രിയത്തിൻ്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ലോഗരിതം കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് ലോഗരിതം ടു ദ ബേസ് 10ലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ലോഗരിതത്തിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻഡിവിജ്വലായിട്ട് എടുത്ത് അതിന് ലോഗരിതം എടുത്ത് അതിനെ ആഡ് ചെയ്താൽ മതി. ഇനി ഡിവിഷൻ്റെ ആണ് ലോഗരിതം എടുക്കേണ്ടതെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് അതിനെ സബ്സ്ട്രാക്ട് ചെയ്താലും മതി. ഇനി ലോഗരിതം ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ പവർ ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ പവർ കൊണ്ട് ആ നമ്പറിൻ്റെ ലോഗരിതത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലോഗരിതത്തിൻ്റെ ബേസിക് റൂൾസ്. ഇനി നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളാണ് ഈ വാല്യൂസ്. ലോഗരിതം ഈ 1 2 3 4 5 6 ഇതിനകത്ത് എല്ലാ വാല്യൂസും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ലോഗരിതം 1 0 ആണ്. ലോഗ് 2 പഠിക്കണം, ലോഗ് 3 പഠിക്കണം. ലോഗ് 4 അപ്പോൾ എങ്ങനെ കിട്ടും മക്കളെ? ലോഗ് 4 ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് 2 raised to 2. So that is equal to 2 into log 2. You know the value of 2. Then you can find out the value of log 4. Then you need to study log 5. Log 6 നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം log 6 is equal to log 2 into 3. That is equal to log 2 plus log 3. അപ്പോൾ 6 വേണ്ട. ലോഗ് 7 നിങ്ങൾ പഠിക്കണം. ലോഗ് 8 നിങ്ങൾ പഠിക്കേണ്ട. കാരണം ലോഗ് 8 is equal to log 2 raised to 3. Then log 8 is equal to 3 into log 2. So you know the value of log 2. So 8 വേണ്ട. 9 വേണ്ട. Because log 9 is equal to log 3 square. That is equal to 2 into log 3. Fine. So only 4 values. Actually 5 values. And log 10 is equal to 1. So these are the values. Just study these values and you can find out the other values very easily. Now the area is coming from pH. The first question, find out the pH of a solution having 2 into 10 raised to minus 3 moles of OH minus ion in 2 liter solution. What do you mean by pH? pH is the negative logarithm concentration of H plus ion in a solution. Similarly, pOH is the negative logarithm of molar concentration of OH minus in a solution. And some more things are there. Molar concentration of H plus into molar concentration of OH minus is known as ionic product of water. At 25 degrees Celsius, this is equal to 10 raised to minus 14. As temperature increases, the degree of dissociation of water also increases. So the ionic product increases. Ionic product increases. Clear? Then log pH plus pOH is equal to 14. Okay, so these are the values, basic values you need to know. Now we need to go to the question. Find out the pH of a solution having 2 into 10 raised to minus 3 moles of OH minus ion in 2 liter solution. So that is concentration of OH minus. So you can't directly calculate the concentration of H plus. First of all, you need to find out the concentration of OH minus. That is equal to number of moles of OH minus divided by volume in liter. So number of moles is equal to 2 into 10 raised to minus 3 divided by 2. So 2 and 2 get cancelled. It is equal to 10 raised to minus 3. Now
the concentration of OH minus is equal to 10 raised to minus 3. Now you can find out the value of Kw ionic product of water. അതായത് നമ്മൾ വാട്ടറിനെ പ്യുവർ വാട്ടറിനെ എടുത്തു കഴിയുമ്പോൾ ഈ പ്യുവർ വാട്ടർ എന്താണെങ്കിലും നമ്മൾ പറയാറുണ്ട് പ്യുവർ വാട്ടർ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന്. അതായത് പ്യുവർ വാട്ടറിൽ അയോൺസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ അത് ആക്ച്വൽ പ്രാക്ടീസിൽ എക്സാക്ട്ലി കറക്റ്റ് അല്ല. പ്യുവർ വാട്ടറിൽ അയോൺസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാക്കാൻ ഉള്ള ആവശ്യത്തിനുള്ള എന്തില്ല, ഈ പറയുന്ന അയോൺ കോൺസെൻട്രേഷൻ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ Kw എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആ H+ൻ്റെയും OH മൈനസിൻ്റെയും കോൺസെൻട്രേഷൻ്റെ പ്രൊഡക്റ്റാണ്. എന്ന് പറഞ്ഞാൽ മോനെ H2O അതിൻ്റെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് H3O പ്ലസ് OH മൈനസ് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതൊരു ഇക്വിലിബ്രിയം ആയിരിക്കും. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് OH minus divided by molar concentration of H2O the whole square. Actually this is a solvent, so we can't consider that value. So K is equal to molar concentration of H3O plus into molar concentration of OH minus. So this is what known as ionic product of water. Clear? അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. 25 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 raised to minus 14 ആണ്. ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന pH പറയുന്നത്. അവിടെ അപ്പോൾ ഞാൻ ഒരു പോയിൻ്റ് കൂടി ആഡ് ചെയ്തോട്ടെ. അതായത് ഒരു സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് എല്ലാ സമയത്തും pH is equal to 7 അല്ല. ആ 25 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ് ന്യൂട്രൽ സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് 7 ആയിട്ട് മാറുന്നത്. 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് pH വാല്യൂ will be less than 7 ആയിരിക്കും. 7 താഴേക്ക് വരും. 6.5 45 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ അത് 6.5 വരെ ആവാറുണ്ട്. ഓക്കെ ആണോ? ശരി. അപ്പോൾ ഇങ്ങനെയൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറയും ന്യൂട്രൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ വെയർ pH is equal to pH is equal to 7 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ പറയുവാണ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഈ 7നേക്കാളും താഴെ ന്യൂട്രൽ സൊല്യൂഷന് pH വരാമെന്ന് ഞാൻ പറഞ്ഞു. സോ ന്യൂട്രൽ സൊല്യൂഷൻ്റെ കേസിൽ pH ഈസ് ഈക്വൽ ടു 7 എന്നല്ല പറയേണ്ടത്. ശരിക്കും pH പകരം എന്താ പറയേണ്ടത്? ഒരു സൊല്യൂഷൻ ന്യൂട്രൽ ആവുമ്പോൾ അവിടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ദിസ് ഈസ് ദ റൈറ്റ് തിങ് ഫോർ എ ന്യൂട്രൽ സൊല്യൂഷൻ. ക്ലിയർ? ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇനി രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നമുക്ക് pH കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ ഈ തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് നമുക്ക് POH കണ്ടുപിടിക്കാം. So POH that is equal to negative log 10 raised to minus 3 that is equal to 3. Then pH is equal to 14 minus POH that is equal to 14 minus 3 that is equal to 11. So this will be the right answer. ഇനി അല്ലെങ്കിൽ one more thing we can do, that is molar concentration of H plus into molar concentration of OH minus that is equal to 10 raised to minus 14. Okay, now molar concentration of H plus that is equal to 10 raised to minus 14 divided by molar concentration of OH minus. So that is equal to 10 raised to minus 14 divided by 10 raised to minus 3, 10 raised to minus 11. So we got the concentration of H plus. Now you can find out the pH. Negative log 10 raised to minus 11 that is also 11. So you can use both these method. ഇക്വിലിബ്രിയം കഴിയാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഞാൻ ഇനീഷ്യൽ പാർട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പോകുന്നത് pHൻ്റെ ക്വസ്റ്റ്യൻസ് ബേസിക് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കേണ്ടി വരും. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. നമുക്ക് കുറച്ചുകൂടെയും തിയറീനെ സപ്പോർട്ട് ചെയ്ത് തിയറീനെ കുറച്ചുകൂടെയും എന്താ പറയുക നല്ലപോലെ മനസ്സിലാക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിലും ആ പ്രോബ്ലം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം കേട്ടോ. സോ എനിവേ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The degree of dissociation of acetic acid is given by the expression alpha is equal to 0.1 into C raised to minus 1, where C is the concentration of the acid. What is the pH of the solution? So ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ pH ഓഫ് വീക്ക് ആസിഡ് എന്ന് പറയുന്ന
കണ്ടീഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ആസിഡ്, ഒരു വീക്ക് ആസിഡ്, സേ HA എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ്, അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം H3O പ്ലസ് A minus. Okay, now if the initial concentration of HA that is equal to C, then at that time the concentration of H3O plus and A minus will be 0 and 0. Alright, now if it achieves equilibrium with a degree of dissociation alpha, then it will become C alpha, C into 1 minus alpha. Alright, so we can find out the dissociation constant of acid, that is equal to C alpha into C alpha divided by C into 1 minus alpha. C and C get cancelled. And one more thing, നമ്മൾ ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ വാല്യൂ കാൽക്കുലേഷൻ ഉപയോഗിക്കുമ്പോൾ ആൽഫ ലെസ് ദാൻ 0.1 കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരു നമ്മുടെ സിലബസിന് വരുന്ന കാര്യങ്ങളെല്ലാവരും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല മോളെ, നോ ഇഷ്യൂസ്. ഇയാളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെടുത്ത് നോക്കിക്കോളൂ കേട്ടോ. ശരി, ആൽഫ ലെസ് ദാൻ 0.1 വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഈ പറയുന്ന ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ നമുക്ക് 1 മൈനസ് ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 എന്നും വിളിക്കാൻ പറ്റും. സോ ദിസ് റിലേഷൻ ചേഞ്ചസ് ടു KA ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് റിലേഷൻ KA ഈസ് ഈക്വൽ ടു C ആൽഫ സ്ക്വയർ and alpha is equal to square root of KA divided by C. Another relationship. ഈ എല്ലാ റിലേഷൻഷിപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. KA is equal to C alpha square ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ is equal to square root of KA divided by C ഇമ്പോർട്ടൻ്റ് ആണ്. Now consider what will be the concentration of H plus. That is equal to C alpha. Molar concentration of H plus in this reaction is equal to C alpha. And there is alpha. So C into square root of KA divided by C. So that is equal to square root of KA into C. Taking negative logarithm, negative log molar concentration of H plus that is equal to 1 by 2 into log KA into C. Negative will be there. Okay. Now the relation become pH is equal to half into pKa minus log C. This is the calculation equation for the pH of a weak acid. So there is lot of equations are there. Alright. Then H plus is equal to Ka into C. H plus is equal to C alpha. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കണം. ഈ ഒരു ഡെറിവേഷൻ ഇത് വീക്ക് ബേസിൻ്റെ കേസിലുമുണ്ട്. നന്നായിട്ടൊന്ന് പഠിക്കണം. അതിനകത്ത് ഈ അവസാനത്തെ ഒരു ഇക്വേഷൻ മാത്രമല്ല മക്കളെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനിടയിൽ വരുന്ന പല ഇക്വേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ pH ഓഫ് ദ സൊല്യൂഷൻ അല്ലേ? സോ pH ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് H പ്ലസ് കോൺസെൻട്രേഷൻ. സോ ഒരു വീക്ക് ആസിഡിൻ്റെ കേസിൽ H പ്ലസ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു C ആൽഫ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. ആ ഡെറിവേഷൻ നിങ്ങൾ അറിയാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് നമുക്ക് C ആൽഫ എന്ന് എഴുതാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു the concentration is equal to C and alpha is equal to 0.1 into C raised to minus 1. So 0.1 into C raised to minus 1. That is equal to 1 by C. Get cancelled. So molar concentration of H plus is equal to 0.1. Okay. So that is equal to 10 raised to minus 1. Now the pH. pH is equal to negative log 10 raised to minus 1 is equal to 1. Okay, so the right answer is option 1. So ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്തത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് തിയറി പഠിക്കുക എന്നുള്ളത് ഇക്വിലിബ്രിയം, ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. ഇപ്പം ഈ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പോലും അതിനകത്ത് തിയറി പഠിക്കാതെ കുറേ ഇക്വേഷൻസ് നിങ്ങളൊരു ചെറിയ പേപ്പറിലേക്ക് ഇക്വേഷൻസ് മാത്രം എഴുതി അങ്ങ് എക്സാം ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ഫ്രൂട്ട്ഫുൾ ആയിരിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പഠിക്കുമ്പോൾ എപ്പോഴും NCERT ബേസ് ചെയ്യുക, NCERT മുമ്പിൽ വയ്ക്കുക, NCERT നന്നായിട്ട് വായിക്കുക, അതിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. യു വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ക്ലിയർ? ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ pH ഓഫ് H2O at its boiling point. Boiling point means the temperature is greater than 25 degrees Celsius. 25 degrees Celsius pH of a solution is
7, that is neutral solution. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസസ്. അതുകൊണ്ട് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ബിക്കം ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് 10⁻⁻⁴. എന്ന് പറഞ്ഞാൽ pH ബിക്കം ലെസ് ദാൻ 7. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. Then next question. Basic strength of ammonium hydroxide in presence of ammonium chloride. So ammonium hydroxide decomposes to give ammonium plus OH minus, and at the presence of this OH minus explains the basic strength of the solution. Clear? Appo as the concentration of OH minus increases, the basic strength also increases. But when we add ammonium chloride to this solution, what happens? The degree of dissociation of this weak base decreases due to common ion effect. അതുകൊണ്ട് ഈ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റേറ്റ് കൂടുതലായിട്ട് നടക്കും. അതിൻ്റെ അർത്ഥം OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. മക്കളെ, ബേസിക് സ്ട്രെങ്ത് ഡിക്രീസസ്. ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. കിട്ടിയോ? സോ കോമൺ അയോൺ ഇഫക്റ്റ് കാരണം അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയുന്നത് കൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കുറയും. അതുകൊണ്ട് ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ? സോ കോമൺ അയോൺ ഇഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If it is known that H2S is a weak acid and it is ionized into 2H plus and S2 minus, then in this solution HCl is added, so pH become less. Then what will happen? Actually H2S is an acid. H2S is an acid, decomposes to give 2H plus S2 minus. So that will have a pH value. Definitely that pH will be less than 7. So any value less than 7. So we are adding hydrochloric acid. Clear? Hydrochloric acid ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ആസിഡാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് ഈ H2Sൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെയധികം കുറയുകയും പിന്നീട് ആ കോൺസെൻട്രേഷൻ ടൈമിൽ ഈ H2Sൻ്റെ കോൺസെൻട്രേഷൻ യാതൊരു പ്രസക്തി ഇല്ലാതെ വരികയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും ആ കിട്ടിയിരിക്കുന്ന pH എന്ന് പറയുന്നത് ഇതിനേക്കാളും വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡിൽ H+ ഉണ്ട്, H2Sലും H+ ഉണ്ട്. സോ കോമൺ അയോൺ ഇഫക്റ്റ് ഉണ്ടാവുകയും ഈ പറയുന്ന റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷനിൽ റേറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കണം നമുക്കിവിടെ ആൻസറിൽ വരേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, ഡിക്രീസ് ഇൻ S2 മൈനസ് കോൺസെൻട്രേഷൻ. ദാറ്റ് മേ ബി എ പോസിബിലിറ്റി. സോ ഇത് മേ ബി ആൻസർ ആവാം. എന്നിരുന്നാലും നമുക്ക് താഴെയുള്ളതുകൊണ്ട് വായിക്കണം. കോൺസെൻട്രേഷൻ ഓഫ് S2 മൈനസ് ഈസ് നോട്ട് അഫക്റ്റഡ്. തെറ്റാണ്. കാരണം ഈ H+ൻ്റെ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയും. അപ്പോൾ ഈ H+ എന്ത് ചെയ്യും? S2 മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണം അത് H2S ആവാൻ. സോ ഉറപ്പായിട്ടും S2 മൈനസിൻ്റെ കോൺസെൻട്രേഷനും കുറയും. സോ അപ്പോൾ അത് അല്ല അതിൻ്റെ ഓപ്ഷൻ. ദെൻ ഇൻക്രീസ് ഇൻ S2 മൈനസ് അയൺ കോൺസെൻട്രേഷൻ. തെറ്റാണ്. കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറയുവാണ്. അപ്പോൾ S2 മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ആഡ് HCl ഇൻ സൊല്യൂഷൻ. അതങ്ങനെ പറയത്തില്ല. നമുക്ക് HCl ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. So the right answer is option 1. Next question. The highest pH value is off. Actually നമ്മുടെ ഈ മൊത്തം ചാപ്റ്ററിൽ pH കണ്ടുപിടിക്കാനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. So first one, it's a salt. It's a salt. That means it's a salt of strong acid and a strong base. Strong acid and a strong base. So whenever a salt like BA, it's a salt, decomposes to give B plus and A minus. Fine. So during hydrolysis, BA react with the H2O will give you BOH and HA. This is what known as salt hydrolysis. മക്കളെ, ഈ പറയുന്ന കാര്യം എല്ലാ സ്ഥലത്തും പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് ആക്ച്വലി നടക്കുന്നത് ഈ ഇൻഡിവിജ്വൽ അയോണിൻ്റെ ഹൈഡ്രോളിസിസ് ആയിട്ടാണ്. കാറ്റോണിന് ഹൈഡ്രോളിസിസ് നടക്കും. വിൽ ഗീവ് യു BOH plus H+. അതേപോലെ ആനിയോണിനും ഹൈഡ്രോളിസിസ് നടക്കും. വിൽ ഗീവ് യു HA plus OH minus. H+ and OH minus combine to give water. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആണ് ശരിക്കും ഈ ഹൈഡ്രോളിസിസ് നടന്നു എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത്. പക്ഷേ എല്ലാ കാറ്റോൺസും ആനിയോൺസും ഹൈഡ്രോളിസിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്ട്രോങ് ആസിഡിൻ്റെയോ ഒരു സ്ട്രോങ് ബേസിൻ്റെയോ കാറ്റോൺ ആയിട്ടോ ആനിയോൺ ആയിട്ടോ വരുന്ന
സ്പീഷീസ് ലൈക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ SO4 -, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ Cl-. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും എന്ത് ചെയ്യില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ Na+, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെ K+, ഈ പറയുന്ന അയോൺസിനൊന്നും തന്നെ ഹൈഡ്രോളിസിസ് നടക്കില്ല. ഓർത്ത് വയ്ക്കാൻ എളുപ്പവഴി പറഞ്ഞുതരാം. സ്ട്രോങ് ആസിഡുകളുടെ ആനയോൺസിനും സ്ട്രോങ് ബേസുകളുടെ കാറ്റോണിനും ഹൈഡ്രോളിസിസ് നടക്കില്ല. മനസ്സിലായോ? സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബേസിൽ വേണം നമുക്ക് ഈ ക്വസ്റ്റിനെ ആൻസറിനെ കണ്ടുപിടിക്കാൻ. സോ ഒന്നാമത്തത് ഇറ്റ്സ് എ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. അപ്പോൾ എന്താ സംഭവിക്കുക? സോഡിയം ക്ലോറൈഡ് ഡീകമ്പോസസ് ടു ഗീവ് Na+ ആൻഡ് Cl-. പക്ഷേ ഈ Na+, Cl- എന്ത് ചെയ്യില്ല? ഹൈഡ്രോളിസിസ് നടക്കില്ല. അവിടെ H+, OH- ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ pH എന്തായിരിക്കും? 7 ആയിരിക്കും. സോ ഇതിൻ്റെ pH 7. നൗ അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസസ് ടു ഗീവ് NH4+ Cl-. Look here. The Cl- is an anion coming from a strong acid. അതുകൊണ്ട് ഇത് ഹൈഡ്രോളിസിസ് നടക്കില്ല. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന വീക്ക് ബേസിൻ്റെയും സ്ട്രോങ് ആസിഡിൻ്റെയും സോൾട്ടിൽ കാറ്റോണിന് മാത്രമേ ഹൈഡ്രോളിസിസ് നടക്കുകയുള്ളൂ. NH4+ H2O will give you NH4OH + H+. മക്കളോട് നോക്കി, ഇത് കണ്ടോ? ഡ്യൂറിങ് ദ ഹൈഡ്രോളിസിസ് ഓഫ് കാറ്റോൺ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻക്രീസസ്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾട്ടുകൾ, ദാറ്റ് ഈസ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്, ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ H+ കോൺസെൻട്രേഷൻ കൂടും. അതുകൊണ്ട് pH <7 ആയിരിക്കും. ഇങ്ങനെയുള്ള സോൾട്ടുകൾ നമ്മൾ വിളിക്കുന്ന പേര് അസിഡിക് സോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ <7 ആണ്. ദെൻ അടുത്തത് CH3COONA. CH3CONA എന്ന് പറയുന്നത് അതും ഒരു സോൾട്ടാണ്. ആ സോൾട്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെയും കാര്യങ്ങൾ പറയാം. CH3COONA ഡീകമ്പോസസ് ടു ഗീവ് CH3COO- + Na+. ഫൈൻ. സോ ഇതിനകത്ത് ഈ Na+ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസിൻ്റെ കാറ്റോൺ ആണ്. ദാറ്റ് വിൽ നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. അപ്പോൾ ഇവിടെ ഹൈഡ്രോളിസിസ് നടക്കാൻ പോകുന്നത് ഈ അസറ്റേറ്റ് അയോണിനാണ്. എന്താണ് സംഭവിക്കുന്നത്? CH3COO- + H2O. That will give you CH3COOH + OH-. നോക്കിക്കേ, എന്താ നിങ്ങളവിടെ കാണാൻ പറ്റുന്നത്? എന്താ അത് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞപ്പം അവിടെ എക്സസ് OH- ഉണ്ടായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സോൾട്ടുകളെ സ്ട്രോങ് ബേസിൻ്റെയും വീക്ക് ആസിഡിൻ്റെയും സോൾട്ടുകളെ നമ്മൾ എന്താ വിളിക്കുകയെന്നറിയോ? ബേസിക് സോൾട്ട് എന്നാണ് വിളിക്കുക. ബേസിക് സോൾട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സിറ്റുവേഷനിൽ pH ഉറപ്പായിട്ടും >7 ആയിരിക്കും. സോ pH >7. ഫൈൻ. ദെൻ CH3COONH4 ഇതൊരു വീക്ക് ആസിഡിൻ്റെയും വീക്ക് ബേസിൻ്റെയും എന്താണ് ഈ പറയുന്ന സോൾട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? രണ്ടും നടക്കും. NH4 NH4+. അപ്പോൾ ഇവിടെയും റിയാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ NH4+ H2O will give you NH4OH and H+. സോ ഇങ്ങനെയുള്ള സൊല്യൂഷൻസിൽ, അതായത് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന H+ ഉണ്ടാവും, OH- ഉണ്ടാവും. ക്ലിയർ ആണോ? പക്ഷേ ആ സൊല്യൂഷൻ H+, OH- നമുക്ക് ബ്ലൈൻഡായിട്ട് അങ്ങോട്ട് 0 എന്ന് പറയാൻ പറ്റില്ല. ബ്ലൈൻഡായിട്ട് 0 എന്ന് പറയാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. നോട്ട് 0. ബ്ലൈൻഡായിട്ട് 7 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ വരുന്ന കാറ്റോണിൻ്റെയും ആനയോണിൻ്റെയും റേറ്റ് ഓഫ് ഹൈഡ്രോളിസിസ് ഒരുപോലെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ ആ വാല്യൂ ഉറപ്പായിട്ടും വരുന്നത് 7 അടുത്തുള്ള വാല്യൂ ആയിരിക്കും. ചില സമയങ്ങളിൽ അത് 7 കൂടുതലായിരിക്കാം, ചില സമയങ്ങളിൽ 7 കുറവായിരിക്കാം, ഇനി ചില സമയങ്ങളിൽ 7 ആവുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? 7 ആവാൻ പാടില്ല എന്നൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് pH വാല്യൂ ആർക്കാ വരണ്ടേ? പ്യുവർ ബേസിക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏത്? സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 3.
Clear? Okay ആണോ? ശരി. Then next question. At 30 degrees Celsius, in which of the 1 liter solution the solubility of Ag2CO3 will be maximum? Solubility product തന്നിട്ടുണ്ട്. ആക്ച്വലി എന്ത് നമുക്ക് ഈ സോലിബിലിറ്റി പ്രൊഡക്റ്റിനൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിൽവർ നമ്മൾ ഈ സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അമോണിയമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ എന്ത് തരും? കോർഡിനേഷൻ കോമ്പൗണ്ട് തരും. അതുകൊണ്ട് തന്നെ അമോണിയയ്ക്കകത്ത് ഇതിൻ്റെ സോലിബിലിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും Ag2CO3. സോ അവിടെ സോലിബിലിറ്റി മാക്സിമം ആകാൻ കാരണം അമോണിയമായിട്ട് കമ്പൈൻ ചെയ്ത് ഇത് എന്തുണ്ടാക്കുന്നുണ്ടാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇതിനകത്ത് ആ സോലിബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻസ് 20-ന് മുകളിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനും കൂടുതലൊരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. അതായത് ഞാനൊരു സബ്സ്റ്റൻസിൻ്റെ AB എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ ഡിസോസിയേഷൻ പറഞ്ഞു. ദാറ്റ് ഈസ് A+B-. ഓക്കെ, ഇതിനകത്തേക്ക് ഇതിൻ്റെ സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഞാൻ എഴുതുവാണെങ്കിൽ S then KSP is equal to S into S, that is equal to S². ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഈ സോൾട്ട് മാറുന്നതിനനുസരിച്ച് ഈ പറയുന്ന പവറും കാര്യങ്ങളൊക്കെ മാറി മാറി എഴുതുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, AB എന്ന് പറയുന്ന സോൾട്ടിൻ്റെ കൂടെ ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു കാറ്റോണിനെയോ ആനയോണിൻ്റെയോ മറ്റൊരു കെമിക്കൽ സ്പീഷീസ്, അമോണിയം ക്ലോറൈഡിൻ്റെ കൂടെ സോഡിയം ക്ലോറൈഡ്, ഇത്ര കോൺസെൻട്രേഷനുള്ള സോഡിയം ക്ലോറൈഡ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? ആ സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ B- എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ആ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ C1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷനിൽ A+ൻ്റെ കോൺസെൻട്രേഷൻ എസ്സും ഈ B- കോൺസെൻട്രേഷൻ C1+S നമുക്ക് കിട്ടും. സോ ആ സമയത്ത് KSP is equal to S into C1+S ആയിരിക്കും. ആൻഡ് യൂഷ്വലി C1 plus S approximately equal to C1. Therefore KSP is equal to C1 into S. This will be the right answer. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ വേണം ആലോചിച്ച് ചെയ്യാൻ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എസ്സിനെ ഈ സമയത്ത് എസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള റിലേഷൻ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഏറെക്കുറെ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ഇക്വിലിബ്രിയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷാർപ്പ് 7:30ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 1.5 മണിക്കൂർ നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ പറയാൻ എനിക്കായിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇക്വിലിബ്രിയം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ 8:58 നമുക്കൊരു 9:05 വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റാണ്, 9:05 നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക്.
Shifana, hi. Jawad Ali. Okay, fine. ശരി, നമുക്കെന്നാൽ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. മക്കളെ, ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പറയേണ്ടത്. കൂടുതലും റിയാക്ഷൻ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. നമ്മൾ ഇതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് NCERT ബേസ്ഡ് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് സ്റ്റേബിൾ കാർബാനിയോണീസ്. സോ കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് 3 ടൈപ്പ് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആണ്. കാർബാനിയോൺ ഉണ്ട്, കാർബോ കാറ്റയോൺ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽ ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെയും സ്റ്റെബിലിറ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ശ്രേയ? ഓക്കെ, ശരി. അപ്പോൾ ഈ 3 ഇൻ്റർമീഡിയറ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയാം. അതായത് ഇത് കാർബാനിയോൺ എന്ന് പറയുന്ന ഒരു ആനയോണിക് സ്പീഷീസ് ആണ്. ലൈക്ക് CH3 മൈനസ് ഒരു ആനയോണിക് സ്പീഷീസ് ആണ്. ഇപ്പോൾ കാർബോ കാറ്റയോൺ പറഞ്ഞു കഴിഞ്ഞാൽ CH3 പ്ലസ്. ഇനി ഫ്രീ റാഡിക്കൽ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് CH3. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എപ്പോഴാണ് ഇത് കൂടുതൽ റിയാക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ഇത് റിയാക്റ്റീവ് ആവാനുള്ള കാരണം എന്താണ്? ഇത് റിയാക്റ്റീവ് ആവാനുള്ള കാരണം ഈ കാർബാനിയോണിനെ സംബന്ധിച്ച് ഈ മൈനസ് ചാർജും കാർബോ കാറ്റയോണിനെ സംബന്ധിച്ച് ഈ പോസിറ്റീവ് ചാർജും അല്ലെങ്കിൽ ഈ ഫ്രീ റാഡിക്കലിനെ സംബന്ധിച്ച് ഈ പറയുന്ന അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റിയുമാണ് അതിന്റെ റിയാക്ടിവിറ്റിക്ക് കാരണം. സോ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെ, അതായത് ആ നെഗറ്റീവ് ചാർജിനെയും ആ പോസിറ്റീവ് ചാർജിനെയും അതേപോലെ ആ ഫ്രീ റാഡിക്കലിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അതിന്റെ റിയാക്ടിവിറ്റി കൂടും, സ്റ്റെബിലിറ്റി കുറയും. മനസ്സിലായോ? അപ്പോൾ ശരിക്കും ഒരു കാർബാനിയോന്റെയോ കാർബോ കാറ്റയോണ്ടോ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കലിന്റെയോ സ്റ്റെബിലിറ്റി കൂട്ടാൻ എന്നാ ചെയ്യണ്ടേ? കാർബോനിയാണോ ആണെങ്കിൽ ആ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കാർബോ കാറ്റയോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ പോസിറ്റീവ് ചാർജിനെ കുറയ്ക്കണം. അതുപോലെ ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ആ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി കുറയ്ക്കണം. ആ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലും നമ്മുടെ ഈ പറയുന്ന കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഇൻവോൾവ് ആയിരിക്കണം, പുറത്തേക്ക് കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ടോ? സോ കാർബാനിയോണിനെ സംബന്ധിച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റിനെ വിഡ്രോ ചെയ്യുന്ന ഏതൊരു സ്പീഷീസും കാർബാനിയോണിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരു പ്രോപ്പർട്ടിയും അതിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കും. ഇനി കാർബോ കാറ്റയോണിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കും? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറയും, അപ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു. മനസ്സിലായോ? ഫ്രീ റാഡിക്കലിന്റെ കേസിലും അങ്ങനെയാണ്. ഫ്രീ റാഡിക്കലിന്റെ കേസിലും അങ്ങനെയാണ്. ആ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നത് എങ്ങനെയാണോ അത് നോക്കിയിട്ടായിരിക്കും അതിന്റെ എന്ത് പറയുക? സ്റ്റെബിലിറ്റി പറയുക. ഇതിനകത്ത് ഈ കാർബാനിയോണിന്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. സൈക്ലോ പെൻറ്റാ ഡൈനൈൽ കാർബാനിയോൺ. സോ ഇതിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഇതിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണെന്നറിയോ? അരോമാറ്റിസിറ്റിയുടെ ബേസിലാണ്. കാരണം ഈ നെഗറ്റീവ് ചാർജ് ഇതിനകത്ത് അരോമാറ്റിസിറ്റിയിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ദിസ് വിൽ ബി ഹൈലി സ്റ്റേബിൾ. പിന്നെ വരുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH നെഗറ്റീവ് ചാർജ്. ഇതെന്തുകൊണ്ടാണ് ഹൈലി സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കാർബൺ sp കാർബൺ ആണ്, ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് കാർബൺ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ചാർജിനെ മാക്സിമം അത് പിടിച്ച് വലിക്കും, ആ നെഗറ്റീവ് ചാർജിന്റെ അവൈലബിലിറ്റി കുറയ്ക്കും. പിന്നെ പറയുന്നത് ട്രൈഫിനൈൽ കാർബോ കാറ്റയോൺ ആണ്. കാർബോ കാറ്റയോൺ അല്ല, കാർബാനിയോൺ. എന്തുകൊണ്ട്? ഈ നെഗറ്റീവ് ചാർജ് ഈ ബെൻസീൻ റിംഗുമായിട്ട് റെസണൻസിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബെൻസീൻ റിംഗ് ആണെങ്കിൽ ഒരു രീതിയിൽ, രണ്ടെണ്ണം വരുമ്പോൾ 2 ടൈംസ് ആവും, 3 എണ്ണം വരുമ്പോൾ 3 ടൈംസ് ആവും. അപ്പോൾ അത്രയും ലെസ് അവൈലബിലിറ്റി ആയിരിക്കും ഇതിനുണ്ടാവുക. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്തത് തന്നെ ആരായിരിക്കും? ഡൈഫിനൈൽ ആയിരിക്കും. PH3 ട്വൈസ് CH മൈനസ്. പിന്നെ ആരായിരിക്കും വരുന്നത്? PH CH2 മൈനസ്. ഓക്കെ ആണോ? ഇനി ആരായിരിക്കും വരുന്നത്? ഇനി വരുന്നത് അല്ലിൽ ഗ്രൂപ്പ് ആയിരിക്കും. CH2 ഡബിൾ ബോണ്ട് CH മൈനസ്. ഓക്കെ ആണോ? ദെൻ ഇനി വരുന്നത് വിനൈൽ CH2 CH നെഗറ്റീവ്. ദെൻ സൈക്ലോപ്രൊപ്പൈൽ ആനയോൺ. ദെൻ മീഥൈല് പ്രൈമറി, സെക്കൻഡറി and tertiary. So this will be the stability order of carbanion.
Okay, now we can go through the question. Most stable carbanion is, here it is, carbanion is there, and here also carbanion is there, alkyl group, but here, so these are just alkyl group, so that will show electron donating inductive effect. Stability of the carbanion decreases actually, but then these two options, first option and the second option. First option, the carbon that bearing the negative charge itself is an sp hybridized carbon, that will have a high electronegativity. Here it is sp2 hybridized carbon, that also will have high electronegativity, but sp carbon will have more electronegativity than that of sp2 carbon. That's why this will be the highest stable carbanion. Clear? Fine. Then next question. Which is the most basic compound among the, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബേസിക് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഗേഷ്യസ് എന്നോ അക്വസ് എന്നോ എടുത്ത് പറഞ്ഞിട്ടില്ല, സോ നമ്മൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി? ഗേഷ്യസ് കൺസിഡർ ചെയ്താൽ മതി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമീൻസ് നമുക്കറിയാം, അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ് ഈ അമീൻസ് എന്ന് പറയുന്നത്, ശരിയല്ലേ? അമോണിയ ബേസിക് ആണ്. എന്തുകൊണ്ട്? അതിനകത്തുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട്, ശരിയല്ലേ? ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റിയാണ് ഈ അമീൻസിനെ ബേസിക് ആക്കി മാറ്റിയത്, ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലോൺ പെയറിന്റെ അവൈലബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അത് മോർ ആൻഡ് മോർ ബേസിക് ആവും. ആ ലോൺ പെയറിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ലെസ് ബേസിക് ആയിരിക്കും. ഇനി സപ്പോസ് നമ്മുടെ ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കാം, CH3NH2. This is an alkyl group, electron donating group. So what will happen? The electron density on nitrogen atom increases. That means the lone pair is more available. Therefore the substituent which shows plus I effect increases the basic strength of amines. Okay, now this is methyl alkyl group and this is ethyl alkyl group, so it will show more plus I effect. Therefore it will be more than that of CH3NH2, then C2H5NH2, then there is ammonia. അതിനകത്ത് എന്തില്ല? ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും കുറവായിരിക്കും. ആൻഡ് ഫൈനലി ദ പ്രൊപ്പൈൽ ഗ്രൂപ്പ്. ഉറപ്പായിട്ടും പ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈതൈൽ ഗ്രൂപ്പിനേക്കാളും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. സോ C3H7NH2. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന പ്രൊപ്പൈൽ ഗ്രൂപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബേസിക് നേച്ചർ കാണിക്കാൻ പറ്റുക. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ഇതിന് ആൻസർ പറഞ്ഞു, ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇനി ഈ അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യങ്ങൾ കൊണ്ട് നിർത്തിക്കളയരുത്. കാരണം അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമല്ല. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒന്നാമത്തെ ഒരു ഫാക്ടറാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതിനകത്ത് പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസസ് ബേസിക് സ്ട്രെങ്ത്, മൈനസ് ഐ ഇഫക്റ്റ് ഡിക്രീസസ് ബേസിക് സ്ട്രെങ്ത്. ക്ലിയർ? ഇത് കൂടാതെ രണ്ട് ഫാക്ടറോടെയുണ്ട്, hydration and steric hindrance. ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന സിസ്റ്റത്തിൽ നമ്മൾ ഈ പറയുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നാൽ അതേ സമയത്ത് അക്വ സൊല്യൂഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തിനെ കൂടി കൺസിഡർ ചെയ്യണം? ഹൈഡ്രേഷൻ എനർജിനെയും അതുപോലെ സ്റ്റെറിക് ഹിൻഡ്രൻസിനെ കൂടി കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾ ബേസിക് ഓർഡർ എഴുതുമ്പോൾ, അത് ഞാനൊരു കാര്യം പറയാം, തിയററ്റിക്കലി നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. NCERTക്ക് അത് രണ്ട് എക്സാമ്പിൾ ഉള്ളത് ഇങ്ങനെയാണ്. സെക്കൻഡറിക്ക് ആയിരിക്കും എല്ലാ എപ്പോഴും ഹൈ ബേസിക് സ്ട്രെങ്ത് ഉണ്ടാവുക. സോ C2H5 ടോയ്സ് NH ഇതിനായിരിക്കും ഹയസ്റ്റ്. ദെൻ പിന്നെ വരുന്നത് C2H5 ത്രൈസ് N, അതിനുശേഷമായിരിക്കും C2H5 NH2 വരുന്നത്. സോ സെക്കൻഡറി, ടേർഷറി, പ്രൈമറി. എന്നാൽ അതേ സമയത്ത് ഇതിനകത്തുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇതിന്റെ ബേസിക് സ്ട്രെങ്ത് വരുന്നത് CH3 ടോയ്സ് NH, അപ്പോഴും സെക്കൻഡറി തന്നെയാണ് ഹയസ്റ്റ്. ദെൻ CH3NH2, then CH3 thrice N. So that time secondary, primary,
tertiary. ഇത് രണ്ടും NCERT തന്നിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അത് പ്രോപ്പറായിട്ട് നമുക്ക് തിയററ്റിക്കലി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ PKB വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. ആൻഡ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലിയർ? Then next question. Which of the following is most acidic? So acidic behavior of carboxylic acid. So this is a carboxylic acid, CH3COH. അത് ആസിഡ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ ഒരു റിയാക്ഷൻ തരുന്നതുകൊണ്ടാണ്. CO- + H+. ഇങ്ങനെ ഒരു റിയാക്ഷൻ തരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ആസിഡ് എന്ന് വിളിക്കുന്നത്. അതായത് കാർബോക്സിലിക് ആസിഡിലെ ഓക്സിജനിൽ നിന്ന് H+ പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ അതിനെ ആസിഡ് എന്ന് വിളിക്കുന്നത്. H+ എന്തിനാ പുറത്തു പോകുന്നത്? സിമ്പിളാണ്. ഈ H+ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നറിയോ? ഈ ഓക്സിജനിലെ നെഗറ്റീവ് ചാർജിനെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നെഗറ്റീവ് ചാർജ് കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ചാർജിന്റെ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഓക്സിജന് മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ H+ പെട്ടെന്ന് പുറത്തു പോവില്ല. എന്നാൽ അതേ സമയത്ത് ആ ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന പാരാമീറ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ പിന്നെ H+ അവിടെ നിൽക്കില്ല, പെട്ടെന്ന് പുറത്തു പോകും. മനസ്സിലായോ? നൗ കൺസിഡർ. നമുക്ക് ഈ പറയുന്ന ഫോമിക് ആസിഡിനെ എടുക്കാം. HCOOH. ഫോമിക് ആസിഡിൽ ഈ പറയുന്ന ഫോമിക് ആസിഡിന് ഒരു pKa വാല്യൂ ഉണ്ടാവും. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഫോമിക് ആസിഡിലെ ഈ ഒരു വാലൻസിനെ മാറ്റി CH3 ആക്കി. Now CH3 is an electron donating group. Showing plus I effect. Clear? What will happen? The oxygen will have higher electron density. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പോവില്ല? ഈ H+ പുറത്തു പോവില്ല. ഓൾറെഡി അത് നെഗറ്റീവ് ചാർജ് കിട്ടാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഓക്സിജന്റെ നെഗറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ H+ പുറത്തു പോവോ? പുറത്തു പോവില്ല. ആസിഡ് സ്ട്രെങ്ത് ഡിക്രീസസ്. ക്ലിയർ ആണോ? സോ പ്ലസ് ഐ ഇഫക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആസിഡ് സ്ട്രെങ്ത് കുറയും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, അതേ ഫോമിക് ആസിഡിലെ Hനെ മാറ്റി നമ്മൾ അവിടെ ക്ലോറിൻ കൊടുത്തു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. എന്താ സംഭവിക്കുക? അത് ഇലക്ട്രോണിനെ അതിൻ്റെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ ഈ ഓക്സിജന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഓക്സിജനിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കണ്ടുകൊണ്ടാണ് H+ അവിടെ നിൽക്കുന്നത്. ആ പ്ലസ് ചാർജിനെ അവിടെ ആ നെഗറ്റീവ് ചാർജ് അവിടെ കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ H+ അവിടെ നിൽക്കുവോ? നിൽക്കില്ല. H+ പെട്ടെന്ന് പുറത്തിറങ്ങും. അങ്ങനെ H+ന്റെ ആ റിമൂവലിനെയാണ് നമ്മൾ ആസിഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്. സോ മൈനസ് ഐ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആസിഡ് സ്ട്രെങ്ത് കൂടും. പ്ലസ് ഐ ഇഫക്റ്റ് ആണെങ്കിൽ ആസിഡ് സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഫൈൻ. ദെൻ ഞാൻ വീണ്ടും പറയുകയാണ്, കാർബോക്സിലിക് ആസിഡിലെ ഓക്സിജനിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ കുറയ്ക്കുന്ന ഏത് ഫാക്ടറും ആസിഡ് സ്ട്രെങ്ത് കൂട്ടും. സിമിലർലി കാർബോക്സിലിക് ആസിഡിലെ ഓക്സിജനിലെ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ കൂട്ടുന്ന ഏത് ഫാക്ടറും ആസിഡ് സ്ട്രെങ്ത് കുറയ്ക്കുകയും ചെയ്യും. നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തത് മീതോക്സി അസറ്റിക് ആസിഡ്. CH3 മീതോക്സി അല്ലേ? CH3O അസറ്റിക് ആസിഡ്, CH2COOH. ഓക്കെ, ദെൻ രണ്ടാമത്തത് അസറ്റിക് ആസിഡ്, CH3COOH. മൂന്നാമത്തത് ക്ലോറോ അസറ്റിക് ആസിഡ്, ക്ലോറോ CH2COOH. ഓക്കെ, ദെൻ നാലാമത്തത് ട്രൈഫ്ലൂറോ അസറ്റിക് ആസിഡ്. Okay, now consider here this is an electron withdrawing group, so this will show more acid behavior than acetic acid. Then here also electron withdrawing group is there, but the thing is ഇവിടെ അതിനകത്ത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പേ ഉള്ളൂ. എന്നാൽ ഇവിടെ 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. As the number of
substituent increases, inductive effect also increases. നീറ്റിനുള്ള നീറ്റ് ക്വസ്റ്റ്യനുള്ള പ്രിപ്പറേഷൻ നമ്മളെ ശരി ഇവിടെ നോക്കാം. അപ്പോൾ ആസ് ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഇൻക്രീസസ്, effect of inductive effect increases. And one more point is there. As the distance increases, the effect of inductive effect decreases. ഓർത്ത് വെക്കണം. അപ്പോൾ കൂടുതൽ number of കൂടുതൽ constituent particles, electron withdrawing constituent particle ഉള്ളതുകൊണ്ട് this will be the right answer. So trifluoroacetic acid will be the right answer. Clear? Then അടുത്ത question. Among the following, which will most highly ionized in water? So the same thing തന്നെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. പക്ഷേ ചോദിച്ചിരിക്കുന്നതിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതും ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്. അയണൈസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും COO- H+ ആയിട്ട് അത് വേർതിരിയണം. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യണ്ടേ? ഈ എല്ലാത്തിനെയും ഒന്ന് കമ്പയർ ചെയ്യുക. 1 2 3 4 1 2 3 4 1 2 3 4 എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് കാർബണാറ്റ് ആണ്. പിന്നെ എന്താണ് വ്യത്യാസം ഉള്ളത് നോക്കിക്കേ. എന്താണ് വ്യത്യാസം? ഇവിടെ ഫസ്റ്റ് കാർബണിൽ എന്തുണ്ട്? ആൽഫ കാർബണിൽ തന്നെ എന്തുണ്ട്? ഒരു ഹാലജൻ ഉണ്ട്. ഇവിടെ ആൽഫ കാർബണിൽ 2 ഹാലജൻ ഉണ്ട്. ഇവിടെ ബീറ്റ കാർബണിൽ ഒരു ഹാലജൻ, ഇവിടെ ഗാമയിൽ. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ ആദ്യം ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ എഫക്റ്റ് ഡിക്രീസസ്. എല്ലായിടത്തും ക്ലോറിൻ ഉണ്ട്. എല്ലാ ക്ലോറിനും ഇലക്ട്രോൺ വിഡ്രോയിങ് തന്നെയാണ്. പക്ഷേ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ എഫക്റ്റ് കുറയുന്നത് കൊണ്ട് ഏറ്റവും അടുത്തുള്ളതായിരിക്കും മോർ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് 2 ഓപ്ഷൻസിനെ ഇപ്പോൾ ചൂസ് ചെയ്തു. രണ്ടും സെയിം പൊസിഷനിൽ വരുന്നത്. മനസ്സിലായോ? ഇനി ഏതാണ് ആൻസർ എടുക്കുന്നത്? ഇനി ആൻസർ എടുക്കാൻ നമ്മുടെ മുമ്പിൽ വഴിയുണ്ട്. കാരണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നേ ഉള്ളൂ, ഇവിടെ 2 എണ്ണം ഉണ്ട്. ആസ് ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഇൻക്രീസസ്, ദ എഫക്ട് ഓഫ് ഇൻഡക്റ്റീവ് എഫക്ട് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ആസിഡ് സ്ട്രെങ്ത്തിന്റെ കേസ് പറയുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അതായത് മൈനസ് ഐ ഇഫക്റ്റ് എന്ത് ചെയ്യും? ആസിഡ് സ്ട്രെങ്ത്തിനെ വർദ്ധിപ്പിക്കുമ്പോൾ പ്ലസ് ഐ ഇഫക്റ്റ് ആസിഡ് സ്ട്രെങ്ത്തിനെ കുറയ്ക്കും. സിമിലർലി നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫക്ട് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കൂടും. അതുപോലെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ എഫക്ട് ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ് കുറയുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ്, എമംഗ് ദ ഫോളോയിങ് ദ അരോമാറ്റിക് കോമ്പൗണ്ട് ഈസ്. അരോമാറ്റിക് കോമ്പൗണ്ട് ആവണമെങ്കിൽ വേണ്ട കണ്ടീഷൻസ്: പ്ലെയിൻ ആർ ആയിരിക്കണം, സൈക്ലിക് ആയിരിക്കണം, കോഞ്ചുഗേറ്റഡ് ആയിരിക്കണം. ഇതിനേക്കാളൊക്കെ ഉപരി 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്, 4n+2 പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് അരോമാറ്റിക് ആണ്. എന്നാൽ അതേസമയം 4n ഇലക്ട്രോൺസ് ഉള്ളെങ്കിൽ അത് ആന്റി അരോമാറ്റിക് ആണ്. നൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ 1 2 പൈ ബോണ്ടാണുള്ളത്. സോ മൊത്തം 4 പൈ ഇലക്ട്രോൺസ്. ഇവിടെയും 4 പൈ ഇലക്ട്രോൺസ്. ഇവിടെ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. സോ മൊത്തം 5 എണ്ണം ഉണ്ട്, 10 പൈ ഇലക്ട്രോൺസ്. ഇവിടെ 4 പൈ ഇലക്ട്രോൺസ്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ഈ 4 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നിന് 0 കൊടുത്താൽ 2 പൈ ഇലക്ട്രോൺസ് അരോമാറ്റിക് ആവാം. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 6 പൈ ഇലക്ട്രോൺസ് അരോമാറ്റിക് ആവാം. എന്നിന് 2 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈ ഇലക്ട്രോൺസ് അരോമാറ്റിക് ആവാം. കിട്ടിയോ? ഇവിടെ 4 എന്ന് പറയുന്നത് അരോമാറ്റിക് നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 10നെയാണ് പിന്നെ നോക്കേണ്ടത്. അത് ആരുണ്ട്? ഓപ്ഷൻ 3 ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് അരോമാറ്റിക് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ്? വീണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. അരോമാറ്റിക് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിക്കുന്നത്. നോക്കുക, ഇവിടെ എം ടി ഓർബിറ്റിലാണ്. അതുകൊണ്ട് ഇവിടെ പൈ ഇലക്ട്രോൺസ് 2 പൈ ഇലക്ട്രോൺസ്. ഇവിടെ 2 2 4 2 6 പൈ ഇലക്ട്രോൺസ് വരും. 2 2 4 2 6. സോ 6 പൈ ഇലക്ട്രോൺസ്. അവിടെ ഇവിടെയും നമ്മളിത് വരയ്ക്കുവാണെങ്കിലും ഇത് ഇങ്ങനെയാണ് ഇത് ശരിക്കും വരയ്ക്കേണ്ടത്. അവിടെയും 6 പൈ ഇലക്ട്രോൺസ്. സോ നമ്മുടെ റൂൾ അനുസരിച്ച് 2 and 6 are aromatic compounds. So all the above are aromatic compounds. സിമ്പിൾ ആണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചില്ലെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ
നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബോർഡ് എക്സാമിനേഷൻ ആണ് നമ്മളിത് മുഴുവൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഹക്കൽസ് തിയറി ഓഫ് അരോമാറ്റിസിറ്റി എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സബ്സ്റ്റൻസ് അരോമാറ്റിക് ആവണമെന്ന് പഠിച്ചു വെച്ചാൽ മതി. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആൻസർ. ഓൾറൈറ്റ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് ദി ഫോളോയിങ് കാർബാനിയോൺ. സോ അഗെയിൻ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ ആണ്, ഞാൻ ഓൾറെഡി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരു ടെർഷറി കാർബോനിയോൺ ആണ്. ഇത് മീഥൈലാണ്. ദെൻ ഇത് ഫിനൈൽ മീഥൈലാണ്. ശരിയല്ലേ? അപ്പോൾ ഹയസ്റ്റ് ഇതിവിടെ എന്തുകൊണ്ടാണ് റെസറൻസിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. സോ 2 വിൽ ഹാവ് ഹയസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അത് കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്തത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത മീഥൈൽ ഗ്രൂപ്പാണ് അതിനുശേഷം വരേണ്ടത് 1. പിന്നെയാണ് 3 വരുള്ളൂ, കാരണം അതിനകത്ത് 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 2, 1, 3 ഓപ്ഷൻ 2. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത്. കാർബോക്സിലിക് ആസിഡിലെ ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് നമ്മളിതിനെ ഒരു ആസിഡ് സ്ട്രെങ്ത് പറയാം? എന്തിൻ്റെ ആസിഡ് സ്ട്രെങ്ത് ആയിരിക്കണം നമുക്കിപ്പോൾ പറയേണ്ടത്? പറയട്ടെ. അതായത് ഈ നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. സോ CHHNO2. NO2. Okay, NO2 is an electron withdrawing group. So in the after effect, there will be a positive charge in this carbon. This will have a negative charge. That means the carbon loses electron density. Carbon എന്ത് ചെയ്തു? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജന് പിന്നെ അവിടെ നിൽക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഇതാണ് മക്കളെ ആസിഡിക് ഹൈഡ്രജൻ. കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ലിബറേഷനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് പറയുമ്പോൾ ഇതിനകത്ത് ഒന്നാമത്തത് ഒരു നൈട്രോ ഗ്രൂപ്പ്. ഓക്കെ ആണോ? അപ്പോൾ ഒരു നൈട്രോ ഗ്രൂപ്പ്. ഇത് ഇവിടെ വന്നപ്പോൾ 2 നൈട്രോ ഗ്രൂപ്പ്. ഇവിടെ വന്നപ്പോൾ ഒരു നൈട്രോ ഗ്രൂപ്പും അതുപോലെ ഒരു CH3 ഗ്രൂപ്പുമാണ് ഉള്ളത്. ഈ CH3 ഗ്രൂപ്പ് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഇത് മൈനസ് ഐ, ഇത് 2 മൈനസ് ഐ, ഇത് പ്ലസ് ഐയും മൈനസ് ഐയും, ഇവിടെ 3 ഗ്രൂപ്പ്. സിമ്പിൾ അല്ലേ? ഏറ്റവും കൂടുതൽ മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്നത് 3 നൈട്രോ ഗ്രൂപ്പ് ഉള്ളതാണ്. അപ്പോൾ ഹയസ്റ്റ് 4th വൺ. പിന്നെ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് 2 നൈട്രോ ഗ്രൂപ്പ് ഉള്ളത് 2. പിന്നെ ആരായിരിക്കും? ഒരു നൈട്രോ ഗ്രൂപ്പ് ഉള്ളത്. കാരണം എന്താ? ഈ നൈട്രോ ഗ്രൂപ്പും ഇതിന് രണ്ടിലും ഒരു നൈട്രോ ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന CH3 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ നൈട്രോ ഗ്രൂപ്പ് ഇങ്ങോട്ട് ഇലക്ട്രോണിനെ വലിച്ച് ആ കാർബണിൽ കുറച്ച ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ചെറിയൊരു ഭാഗം ഈ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ആ കാർബണിലേക്ക് കൊടുക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ CH3യിലെ ഹൈഡ്രജൻ്റെ അത്രയും അസിഡിക് ആയിരിക്കില്ല ഈ പറയുന്ന കോമ്പൗണ്ടിലെ ഈഥൈൽ നൈട്രേറ്റിലെ ഹൈഡ്രജൻ. ഓക്കെ ആണോ? സോ ദെൻ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് 1, then 3. So 4, 2, 1, 3. The right answer is option 1. Option 1 will be the right answer. Clear? So that is an acidic hydrogen. The next question. The correct order of stability of the following free radical is. താഴെ ഏതിനാണ് ഫ്രീ റാഡിക്കലിൻ്റെ കറക്റ്റ് ഓർഡർ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? ശരി, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹിയർ ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഒന്നാമത്തത് CH3 CH3. Okay, 1 free radical can show hyperconjugation. Okay, so 3 9 hyperconjugated structure. ഒന്നാമത്തേന്. രണ്ടാമത്തേൻ്റെ കേസിലേക്ക് വരാം, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. മൂന്നാമത്തേലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കലിൻ്റെ അടുത്ത് 2 ഹൈഡ്രജൻ. സോ 2 ഹൈപ്പർ കോഞ്ചുഗേറ്റഡ് സ്ട്രക്ചർ. ഇതിന് പ്രത്യേകിച്ച് ഹൈപ്പർ കോഞ്ചുഗേറ്റഡ് സ്ട്രക്ചർ ഒന്നുമില്ല. അപ്പോൾ കൂട്ടത്തിൽ ഈ ഹൈപ്പർ കോഞ്ചുഗേഷനേക്കാളും കൂടുതൽ എഫക്റ്റീവ് എല്ലായ്പ്പോഴും ആരായിരിക്കും? നമ്മുടെ ഈ പറയുന്ന റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ കാണിച്ച സെക്കൻഡ് കോമ്പൗണ്ടിന്. അതിനുശേഷം 9 ഹൈപ്പർ കോഞ്ചുഗേറ്റഡ് സ്ട്രക്ചർ കാണിക്കാൻ പറ്റുന്ന ഫസ്റ്റ് കോമ്പൗണ്ട്. അതിനുശേഷം 2 ഹൈപ്പർ കോഞ്ചുഗേറ്റഡ് സ്ട്രക്ചർ കാണിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കോമ്പൗണ്ട്. ദെൻ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഒന്നുമില്ലാത്ത 4ാമത്തെ കോമ്പൗണ്ട്.
So this will be the right answer. Option 4 will be the right answer. Clear? മനസ്സിലായോ? സഫ്വാൻ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. Then next question. Hyperconjugation involves delocalization of except. ഇവിടെ അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ നടത്തണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. മക്കളെ ഹൈപ്പർ കോൺജുഗേഷൻ നടക്കാൻ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം എന്താണെന്നറിയോ? ഒരു CH ആണ്. ഓക്കെ ആണോ? ഇനി അത് കൂടാതെ ഈ CH കോൺജുഗേറ്റഡ് ടു എ പൈ ഇലക്ട്രോൺ സിസ്റ്റം, ആൻ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം, അല്ലെങ്കിൽ എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ, അല്ലെങ്കിൽ unpaired electron. You know that the stability of carbocation can be explained on the basis of hyperconjugation. The stability of free radical can be explained on the basis of hyperconjugation. And more than that, you know about Saytzeff rule. The more stable alkene will formed. ശരിയല്ലേ? The more substituted alkene will be formed. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനകത്ത് ഹൈപ്പർകോൺജുഗേറ്റഡ് സ്ട്രക്ചറല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം CH മായിട്ട് കോൺജുഗേറ്റഡ് ആയാലും പോസിറ്റീവ് ചാർജ് CH മായിട്ട് കോൺജുഗേറ്റഡ് ആയാലും അതുപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് കോൺജുഗേറ്റഡ് ആയാലും ഈ പറയുന്ന ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. പക്ഷേ ആനിയോൺസിന് ഒരിക്കലും ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം ആ കോൺജുഗേറ്റഡ് ആറ്റത്തിൽ ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉള്ളപ്പോൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ അതിന് മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കാർബാനിയോണിന് ഒരിക്കലും എന്ത് കാണിക്കാൻ പറ്റില്ല? ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റത്തില്ല. യെസ്, കാർബാനിയോൺ ഒരിക്കലും ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ സ്റ്റെബിലിറ്റി, അരോമാറ്റിസിറ്റി, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇത് മൂന്നും വെച്ചാണ് നമ്മൾ പറയുന്നത്. ഓൾറൈറ്റ്, സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. CH bond towards directly attached to negatively charged carbon. Clear? Then next question. Only 2 isomers of monochloro product is possible for. താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് 2 മോണോക്ലോറോ പ്രൊഡക്റ്റ് മാത്രം, 2 ഐസോമറിക് മോണോക്ലോറോ പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാകുന്നത്? നമുക്ക് വരച്ചു നോക്കാം, പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 2 3 ബ്യൂട്ടൈനായി. ഒന്നാമത്തെ മോണോക്ലോറോ പ്രൊഡക്റ്റ് എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഒരു മോണോക്ലോറോ. ഇനി രണ്ടാമത്തെ മോണോക്ലോറോ എവിടെ വരും? ഇവിടെ വരും. അപ്പോൾ ഇത് രണ്ട് കോമ്പൗണ്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണേ. 1 ക്ലോറോ ബ്യൂട്ടൈനും 2 ക്ലോറോ ബ്യൂട്ടൈനും. സോ ഇനി ഓർമ്മ ഞാൻ ഇവിടെ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ അത് അഗെയിൻ 2 ക്ലോറോ ബ്യൂട്ടൈൻ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുകയുള്ളൂ? 2 ഐസോമറേ പോസിബിൾ ഉള്ളൂ. ഓക്കെ ആണോ? വേണ്ട, ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കും. ഞാൻ അതിന് തന്നെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട. 1 chloro butane, 2 chloro butane. Then 2,4 dimethyl pentane. That is, it is pentane. So 2,4, 1 2 3 4. So this is 2,4 dimethyl pentane. So നമുക്ക് അതിനകത്ത് ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം കൊടുക്കാം. ഓക്കെ ആണോ? ഇനി ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇവിടെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതും ഒരേപോലെ വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ പറ്റും. അപ്പോൾ 2 ക്ലോറോ 2,4 ഡൈമീഥൈൽ പെന്റൈൻ ആയിക്കോളൂ. ഓക്കെ ആണോ? ഇനി അതുമല്ലെങ്കിലോ ഇവിടെയും പറ്റും. അപ്പോൾ എന്ത് വരും? 3 ക്ലോറോ എന്ന് അവിടെ പേര് കൊടുക്കാം. സോ ഇവിടെ 3 ഐസോമർ പോസിബിൾ ആണ്. 3 ഐസോമർ. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ വേണമെങ്കിൽ ഇവിടെ വരാൻ പാടില്ല എന്ന്, ഇവിടെ X വരാൻ പാടില്ല, Cl വരാൻ പാടില്ല എന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതുമായിട്ട് ഒരേപോലെ ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് എത്ര പോസിബിൾ? 3 എണ്ണം പോസിബിൾ ആണ്. അപ്പോൾ ഇതിന് 3 എണ്ണം പോസിബിൾ ആണ്. ഇനി ബെൻസീൻ എടുക്കാം. ബെൻസീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരൊറ്റ മോണോക്ലോറോ പ്രൊഡക്റ്റേ ഉള്ളൂ, ദിസ് വൺ. ഇതല്ലാതെ ഇത് മാറ്റി എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതിയാലോ ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സോ അപ്പോൾ ഇതിന് ഒന്നേ ഉള്ളൂ, ഇതിന് 2 ഉണ്ട്. ഇനി 1 മീഥൈൽ ബ്യൂട്ടൈൻ. ശരി, ഞാനിപ്പോൾ ബെൻസീൻ ഒന്ന് മാറ്റിച്ചോളാം. So this is butane, 1 methyl butane. Actually this is pentane, correct? So 1 methyl butane is equal to pentane. So now we can go for the substitution. 1 chloropentane, then 2 chloropentane, then there will be 3 chloropentane will be. 4 chloropentane will not be there because that will be 2 chloropentane. So that is 3. So 2
ഐസോമറിക് മോണോഹാലൈഡ് തരുന്നത് ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 നോർമൽ ബ്യൂട്ടൈൻ. ഓക്കെ, സഫാനെ കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ശരി, അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഓഫ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്. ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ടിൽ എത്ര എന്നാണ് ചോദിക്കുന്നത്. സോ ബെൻസീൻ 2 എണ്ണം വരണം അല്ലേ. സോ ഒന്നുകിൽ എങ്ങനെ വരാം, ഇങ്ങനെ വരാം, 1,2 ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ വരാം, അല്ലെങ്കിൽ 1,3 ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ വരാം, ഇനി അല്ലെങ്കിൽ 1,4 ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ വരാം. അപ്പൊ 2, 3, 4 ആയി. എന്നാൽ 1,5 എഴുതിയാലോ? 1,5 ആക്ച്വലി 1,5 എന്ന് പറയുന്നത് 1,2 തന്നെയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് പോസിബിൾ അല്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1, 2, 3. സോ 3, ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ശരി. ഷാജി മോൻ കറക്റ്റ് ആണ്. അതാ ആൻസർ ചെക്ക് ചെയ്ത് സഫാൻ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ദ നമ്പർ ഓഫ് പോസിബിൾ ആൽക്കഹോളിക് ഐസോമേഴ്സ് ഫോർ C4H10O. സ്ട്രക്ചർ ഐസോമേഴ്സ് മാത്രമാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ C4H10O എന്ന് പറയുമ്പോൾ നമുക്ക് വരച്ചു നോക്കാം. ആദ്യം 4 കാർബൺ ഉള്ളത് വരയ്ക്കാം. ഏത്? 1, 2, 3, 4. അപ്പോൾ ഇതിനകത്ത് ഇത് വരും. ഓക്കെ ആണോ? ഇനി 4 കാർബൺ ലോണോടെ വരയ്ക്കാം, കാരണം 2 സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ പോസിബിൾ ആണ്. സോ 2 ഹൈഡ്രോക്സി അല്ലെങ്കിൽ ബ്യൂട്ടൻ 1 ആളും ബ്യൂട്ടൻ 1 ഓളും ബ്യൂട്ടൻ 2 ഓളും ആയി. ഇനി എന്താ വേണ്ട? ഇനി ബ്യൂട്ടൈനിലെ കേസ് നടക്കില്ല. അടുത്തത് ഇങ്ങനെ പറഞ്ഞ പോസിബിൾ ആണ്. ഓക്കെ ആണോ? ഇത് പക്ഷേ ബ്യൂട്ടൈൻ അല്ല, പ്രൊപ്പൈൻ ആണ്. ഓക്കെ ആണോ? 2 മീഥൈൽ പ്രൊപ്പൻ 1 ഓൾ. ഇനി അടുത്തത് ഇവിടെയും വായിച്ചു വരാം. സോ ദാറ്റ് ഈസ് 2 മീഥൈൽ പ്രൊപ്പൻ 2 ഓൾ. ഇതും വരാം. ഇനി ഏതെങ്കിലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ അതിനെ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡി ആവില്ല. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1, 2, 3, 4. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1, 4. ക്ലിയർ? ഓക്കെ, ശരി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് പോസിബിൾ ആൽക്കൈൻസ് വിത്ത് മോളിക്കുലർ ഫോർമുല C5H8 is. വരയ്ക്കാം. C5H8 ആണ്. സോ 1, 2, 3, 4, 5 ആൽക്കൈൻസ് അല്ലേ. സോ ഫസ്റ്റ് കാർബണിലായി. ഇനി അടുത്തതും വരയ്ക്കാം എനിക്ക്. സെക്കൻഡ് കാർബണിലുമായി. ഓക്കെ ആണോ? തേർഡ് കാർബണിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. തേർഡ് കാർബണിൽ വരച്ച സെക്കൻഡ് കാർബണിൽ വരച്ചത് റിപ്പീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇനി എന്തില്ല? സ്ട്രെയിറ്റ് ചെയിനിലില്ല. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കാം. അപ്പം 4 എണ്ണം എത്തി. ഇനി അത് നമുക്ക് 5 എണ്ണമായി 4 ആക്കി മാറ്റാം. ഓക്കെ ആണോ? ഇങ്ങനെ പറഞ്ഞാൽ പോസിബിൾ ആണ്. ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ ആണോ? ഇനി ഇതിനെ 3 ആക്കാൻ പറ്റില്ല. കാരണം 3 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയെങ്കിലും ബോണ്ട് ഫോർമേഷൻ വരും, ഇവിടെയെങ്കിലും ബോണ്ട് ഫോർമേഷൻ വരും. അപ്പോൾ നമുക്ക് ആൽക്കൈൻസ് കൊടുക്കാൻ പറ്റില്ല. സോ ഇത്രയേ ഉള്ളൂ, 3 എണ്ണം. അപ്പോൾ എത്രയാണ് ആൻസർ? ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഫൈൻ. ശരി. ദെൻ അടുത്തത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ജോമെട്രിക് ഐസോമേഴ്സ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഇതൊരു നല്ല ക്വസ്റ്റൻ ആണ്. അതായത് ഒന്നിലധികം മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ജോമെട്രിക് ഐസോമേഴ്സ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു രീതിയിൽ ഇങ്ങനെ എഴുതാം. C ഡബിൾ ബോണ്ട് C n ടൈംസ് C ഡബിൾ ബോണ്ട് C, ഇവിടെ R-ഉം ഇവിടെ R'. ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ R-ൻ്റെയും R'-ൻ്റെയും നേച്ചറിൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാനുള്ള 2-3 വഴികളുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് R നോട്ട് ഈക്വൽ ടു R' ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായ ആൽക്കീൻ അൺസിമ്മട്രിക്കലാണ്. ആ സമയത്ത് ഇതിൻ്റെ ടോട്ടൽ ജോമെട്രിക് ഐസോമേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ജോമെട്രിക് ഐസോമേഴ്സ് ഈസ് ഈക്വൽ ടു 2n ചെയ്താൽ മതിയാവും. വേർ n ഈസ് ദി നമ്പർ ഓഫ് പൈ ബോണ്ട്. അല്ലെങ്കിൽ വേറൊരു പൈ ബോണ്ട് എല്ലാ പൈ ബോണ്ടും പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമെട്രിക്കൽ സെൻറ്റർ. ഓക്കെ ആണോ? അപ്പോൾ 2n ചെയ്താൽ കിട്ടും. ഇനി R ഈക്വൽ ടു R' ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് ആണെങ്കിൽ, ഓക്കെ ആണോ, ദെൻ ജോമെട്രിക് ഐസോമേഴ്സിൻ്റെ എണ്ണം എഴുതുന്നത്
2 raised to n minus 1, sorry, yeah, 2 raised to n minus 1 plus 2 raised to p minus 1. Now there is a new factor, that is p. ഈ pക്ക് വാല്യൂ ഉണ്ട്. ഇത് if n is equal to even, then p is equal to n by 2. P is equal to n by 2. And if n is equal to odd, then p is equal to n plus 1 by 2. Clear? ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. സോ ഇനി ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഇത് അൺസിമെട്രിക്കലാണ് വരുന്നത് അല്ലേ. സോ 3 എണ്ണമാണ് ഉള്ളത്. സോ ജോമെട്രിക്കൽ ഐസോമേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 3. That is equal to 2 raised to 3, 8. So the right answer will be option 4. Alright. ഒരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യണേ. So the right answer is 8. Yeah, geometric center. Geometric center means the pi bond where geometrical isomerism can be shown. The restricted rotation about a carbon-carbon double bond is leading to the geometrical isomerism, right? So ഇതിനകത്ത് നമ്മൾ പറയേണ്ട കാര്യം, അങ്ങനെ ആ പറയുന്ന പൈ ബോണ്ട് വരുമ്പോഴല്ലേ നമ്മളത് ശരിക്കും പറയുക. അപ്പോൾ ഇനി പൈ ബോണ്ട് വരുമ്പോൾ മാത്രമല്ല, ഈവൻ സൈക്ലിക്കിന് പോലും പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ജോമെട്രിക് സെൻറ്റർ, ജോമെട്രിക് ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആ സ്ഥലത്തിനെയാണ് നമ്മൾ ജോമെട്രിക് സെൻറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ശരി, 1 minute കേട്ടോ. ഒരു 5 minutes കേട്ടോ. ഒരു ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. ഒരു 5 minutes കേട്ടോ.
അത് വേറെ ഒന്നുമല്ല, ലാപ്ടോപ്പിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയതാണ്, അത് കണക്ട് ചെയ്യാൻ മറന്നുപോയി. സോ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മോസ്റ്റ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഒന്നും എല്ലാവരും ഒന്നും പറയുന്നില്ലല്ലോ, കേൾക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് ബ്യൂട്ടൈൻ ഈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്യൂട്ടൈൻ്റെ ആ 4 കൺഫർമേഷൻ ഒന്ന് വരയ്ക്കണം. CH3. So starting from here. Okay, then and finally the fully eclipsed. So these are the 4 confirmation of butane. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാഗേർഡ് ആണ്, ഇത് എക്ലിപ്സ്ഡ് ആണ്, ഇതും സ്റ്റാഗേർഡ് ആണ്, ഇത് എക്ലിപ്സ്ഡ് ആണ്. അപ്പോൾ 2 സ്റ്റാഗേർഡും 2 എക്ലിപ്സ്ഡും ഉണ്ട് ഈ പറയുന്ന ബ്യൂട്ടൈൻ്റെ കൺഫർമേഷനിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവയെ ഒന്ന് വേർതിരിക്കാൻ വേണ്ടി ഈ സ്റ്റാഗേർഡ്, ഇവിടെ ഈ പറയുന്ന സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. CH3യും CH3യും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഇവിടെ CH3യും CH3 ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണെങ്കിൽ പോലും ഈ പറയുന്ന CH3യും CH3യും ഈ ഒരു കൺഫർമേഷൻ്റെ അത്രയും അകലത്തിലല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയും സ്റ്റെബിലിറ്റി ഒരിക്കലും ഇതിന് തരാൻ പറ്റില്ല. സോ ഇതിന് വിളിക്കുന്ന പേരാണ് ആൻറ്റി കൺഫർമേഷൻ. ആൻറ്റി സ്റ്റാഗേർഡ് തന്നെയാണ്, പക്ഷേ എന്നെ വിളിക്കുന്ന പേര് ആൻറ്റി കൺഫർമേഷൻ എന്നാണ് വിളിക്കുക. ആൻഡ് ദിസ് വൺ ഈസ് നോൺ ആസ് ഗോഷെ കൺഫർമേഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഇനി അതുപോലെ എക്ലിപ്സ്ഡ്, എക്ലിപ്സ്ഡും 2 ഉണ്ട്, ശരിയല്ലേ? നോക്കിക്കേ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് എക്ലിപ്സ്ഡ് ആണ്, അതുപോലെ ഇവിടെയുമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CH3 മാക്സിമം ക്ലോസറാണ് ഇവിടെ, കണ്ടോ? അപ്പോൾ റിപ്പൾഷൻ മാക്സിമം ആയിരിക്കും. ഇവിടെ എക്ലിപ്സ്ഡ് ആണെങ്കിൽ പോലും ഒരു CH3 മറ്റൊരു ഹൈഡ്രജനുമായിട്ടാണ് എക്ലിപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് fully eclipsed, this is partial eclipsed. അപ്പോൾ ഇതിന് ഞാനൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ 1, 2, 3 and 4 ഇങ്ങനെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നത് എപ്പോഴും 1 ആയിരിക്കും, ആൻറ്റിഫോം. അതിനുശേഷം പിന്നെ വരുന്നത് ഗോഷെ ഫോം ആയിരിക്കും, 3 ആയിരിക്കും. അതിനുശേഷം പിന്നെ വരുന്നത് പാർഷ്യൽ എക്ലിപ്സ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് 2 ആയിരിക്കും. അതിനുശേഷം വരുന്നത് കംപ്ലീറ്റ്ലി എക്ലിപ്സ്ഡ്, ഫുള്ളി എക്ലിപ്സ്ഡ്. ക്ലിയർ ആണോ? അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ ഓഫ് ബ്യൂട്ടൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ റൈറ്റ് ആൻസർ ഈസ് ആൻറ്റി കൺഫർമേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. ആൻറ്റി കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഗേർഡ് തന്നെയാണ്. ഓക്കെ ആണോ? ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ ഡൈഹീഡ്രൽ ആംഗിൾ ഓഫ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥെയിൻ? എഗെയിൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഈഥെയിൻ ആണ്, so this is the staggered confirmation of ethane. Then ethane ഒരു കൺഫർമേഷൻ കൂടെ വരാൻ പറ്റുള്ളൂ, that is eclipsed. ക്ലിയർ ആണോ? ആൻഡ് the angle between them is 60 degree. So dihedral angle will be 60 degree. Then how many primary, secondary and tertiary hydrogen atom present in CH3? toluene is. So നമുക്കത് കണ്ടുപിടിക്കാം. നമുക്കതിന് മുമ്പ് ടൊളുവീനിലെ എല്ലാ ഹൈഡ്രജനെയും ഒന്ന് വരയ്ക്കാം. മക്കളെ ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ഹൈഡ്രജൻ അല്ലെങ്കിൽ ടേഴ്സറി കോമ്പൗണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ, അതൊക്കെ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നതാണ്. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടരുത് കേട്ടോ. അതൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ.
സോ പ്രൈമറി എന്ന് പറയുമ്പോൾ മറ്റൊരു കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ അറ്റാച്ച് ചെയ്യുന്ന ഹൈഡ്രജനാണ് ചോദിക്കുന്നത്. സോ ഇത് പ്രൈമറിയാണ്, ഇതൊരു പ്രൈമറിയാണ്, ഇതൊരു പ്രൈമറിയാണ്. പക്ഷേ ഈ ഹൈഡ്രജൻ ഈ കാർബണിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ കാർബൺ മറ്റ് വേറെ 2 കാർബൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെക്കൻഡറിയാണ്. അതുപോലെ ഇതൊരു സെക്കൻഡറിയാണ്, ഇതൊരു സെക്കൻഡറിയാണ്, ഇതൊരു സെക്കൻഡറിയാണ്, ഇതൊരു സെക്കൻഡറിയാണ്. എല്ലാ ഹൈഡ്രജനും കഴിഞ്ഞു. ടെർഷറി ഹൈഡ്രജൻ ഇല്ല ടോളുവിനിൽ. സോ എത്ര പ്രൈമറി? പ്രൈമറി 3 എണ്ണം. എത്ര സെക്കൻഡറി? 5 എണ്ണം. എത്ര ടെർഷറി? 0. സോ ദ റൈറ്റ് ആൻസർ ഈസ് 3, 5, 0. Alright. Then next question. What is the hybridization of each carbon atom in the following compound from the left to right? So ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി SP. ഇതിനകത്ത് ട്രിപ്പിൾ ബോണ്ടാണ്. സോ SP തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഡബിൾ ബോണ്ടേ ഉള്ളൂ, SP2. ഇതിനകത്ത് ഡബിൾ ബോണ്ടാണ്, SP2. ഇതിനകത്ത് സിംഗിൾ ബോണ്ട്സ് മാത്രമേ ഉള്ളൂ, SP3. സോ SP, SP, SP2, SP2, SP3. ഓക്കെ. So the right answer is SP, SP, SP2, SP2, SP3. The option 2 will be the right answer. Option 2. Clear? Then among the following, which name start with iso and neo? നമുക്ക് ഓരോന്നിനെ പേര് എഴുതാം. So this is a secondary butyl. This is isopropyl. And this is isobutyl. This is actually tertiary butyl. Then neopentyl. And this is isopentyl. ഇത് നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പിൽ നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോൾ ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ 4 കാർബണല്ലേ ഉദ്ദേശിക്കുന്നത്. സോ ഇതല്ലേ നോർമൽ ബ്യൂട്ടൈൽ വരുന്നത്. പക്ഷേ ഐസോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നാണെന്നറിയോ? അതിനകത്ത് സ്ട്രെയിറ്റ് ചെയിൻ കാർബൺ 3 ഉണ്ടാവുകയുള്ളൂ, ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കും. നോക്കി, ഐസോപെൻഡൈൽ 1, 2, 3, 4 5 കാർബൺ ഉണ്ട്, പക്ഷേ ഒരു കാർബൺ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഐസോപെൻഡൈൽ. അതുപോലെ ഐസോബ്യൂട്ടൈൽ ആക്ച്വലി 4 കാർബൺ ഉണ്ട്, പക്ഷേ 3 എണ്ണമാണ് സ്ട്രെയിറ്റ് ചെയിനിൽ വന്നിരിക്കുന്നത്, ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടാണ്. ഐസോപ്രൊപ്പൈൽ അതും അങ്ങനെ തന്നെ, ഈ സ്ട്രെയിറ്റ് ചെയിൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഐസോപ്രൊപ്പൈൽ. പക്ഷേ നിയോപെൻഡൈൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മക്കളെ അവിടെ പറയുന്ന കാര്യം ഇതാണ്, 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്ട്രെയിറ്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ടോ, നിങ്ങൾ ടോട്ടൽ കാർബൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിയോപെൻഡൈൽ ഇവിടെ പറഞ്ഞു ഞാൻ. അപ്പോൾ 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്, പക്ഷേ 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് അതിനകത്ത് വന്നിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? നിയോപെൻഡൈൽ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? നിയോ എന്ന് ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ചെയിനിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുമ്പോഴാണ്. ഇനി ഐസോ എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? സ്ട്രെയിറ്റ് ചെയിനിൽ 1 സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുമ്പോഴാണ്. സോ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ബിയും സിയും എഫും ഐസോയാണ്. ബിയും സിയും എഫും. അപ്പോൾ ഇതോ ആവാം. ദെൻ നിയോ എന്ന് പറയുന്നത് ഈ മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലിയർ? ഓപ്ഷൻ 4 ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്ന ഓർഗാനിക്കിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ വേണമെങ്കിൽ എന്തുകൊണ്ട് IUPAC നോമൻക്ലേച്ചർ ചൂസ് ചെയ്തില്ല എന്ന്. കാരണം ഈ IUPAC നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാപ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എന്തായാലും പറയാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഹൈഡ്രോ കാർബണിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ IUPAC നോമുണ്ട്. സോ അതിനകത്തൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് IUPAC ഉൾപ്പെടുത്താം. സോ ഇവിടെ എനിക്ക് ഇത്രയും കൂടുതൽ എന്ത് പറയാനുണ്ടായി, നമ്മുടെ എഫക്റ്റും കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, ശരി. IUPAC നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിവാക്കിയതിൻ്റെ അർത്ഥം IUPAC നോമൻക്ലേച്ചർ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ. IUPAC നോമൻക്ലേച്ചർ ഡി നിയോ ആക്കാൻ പറ്റുമോ? ഇല്ല, ഡി നിയോ ആക്കാൻ പറ്റില്ല. അത് ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്, നിയോ ആവില്ല അത്. ഓക്കെ, ശരി. ഇല്ല മോളെ, അത് പറ്റില്ല. ഓക്കെ, ശരി. അടുത്തത് ഞാൻ പറഞ്ഞിട്ട് മറന്നില്ല. നമ്മുടെ നീറ്റ് എക്സാമിനേഷന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് IUPAC നോമൻക്ലേച്ചർ. 2 ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പക്ഷേ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഓർഗാനിക്കിൻ്റെ IUPAC നോമൻക്ലേച്ചറും ഒരെണ്ണം കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ IUPAC നോമൻക്ലേച്ചറുമാണ്. ആക്ച്വലി കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ ആണോ? ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയർ P ബ്ലോക്കിലേക്ക് പോവാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയർ P ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇനേർട്ട് പെയർ ഇഫക്റ്റ്
അതായത് ഇനായിട്ട് പെർഫെക്റ്റ് നേരത്തെ പറയാൻ കാരണം നമ്മുടെ പി ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് NS2 NP ഇലക്ട്രോൺസ് ആയിരിക്കും. ദാറ്റ് വിൽ ബി 1 to 6 കേട്ടോ, 16 അല്ല, 1 to 6. ഈ പറയുന്ന രണ്ട് സെറ്റ് ഓഫ് ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെന്നറിയോ, ഈ ന്യൂക്ലിയസ് ഉള്ളിലുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, പുറത്തുള്ള എസ്സിലെ 2 ഇലക്ട്രോണും അതുപോലെ പിയിലെ എന്തും ഉണ്ടാവും, 1 or 2. നമ്മളിപ്പോൾ ഗ്രൂപ്പ് 13 പറയാം, 1 ഇലക്ട്രോൺ. മനസ്സിലാവുന്നുണ്ടോ? ഇത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. പക്ഷേ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും, അതായത് അലുമിനിയത്തിന് ശേഷം ഗാലിയത്തിലേക്ക് എത്തുമ്പോൾ, അലുമിനിയത്തിൻ്റെ കേസിൽ ഈ പറയുന്ന ഡി ഓർബിറ്റിലുണ്ടെങ്കിലും അത് ഫിൽഡ് അല്ല. പക്ഷേ ഗാലിയത്തിൻ്റെ കേസിൽ ഡി ഓർബിറ്റിലുണ്ട്, അത് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ഫിൽഡാണ്. അത് 3D10 ഫിൽഡാണ്. ഇന്ത്യത്തിൽ വരുമ്പോൾ 4D10 ഫിൽഡാണ്. താലിയത്തിലേക്ക് വരുമ്പോൾ 3D 4D 5D 5Dയും ഫിൽഡാണ്, 4Fഉം ഫിൽഡാണ്. മനസ്സിലാവുന്നുണ്ടോ? പറയട്ടെ, കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഇലക്ട്രോൺസിനും കംപ്ലീറ്റ്ലി ഫിൽഡ് എഫ് ഇലക്ട്രോൺസിനും മക്കളെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഷീൽഡിംഗ് എഫക്റ്റ് നല്ല ഞാൻ ഉപയോഗിച്ച വാക്ക്, പുവർ ഷീൽഡിംഗ് എഫക്റ്റ്, രണ്ടാണ്. ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെല്ല് എന്ത് ചെയ്യുന്നതാണ്, അതിൻ്റെ പുറത്തുള്ള ഷെല്ലിലേക്കുള്ള ഇലക്ട്രോൺസിന് ഈ പറയുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ കൊടുക്കാതിരിക്കുന്നതാണ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ പെനൾട്ടിമേറ്റ് ആൻഡ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ പെനൾട്ടിമേറ്റിലോ ആൻറ്റി പെനൾട്ടിമേറ്റിലോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ അവയ്ക്ക് പുറത്തുള്ള ഇലക്ട്രോൺസിലേക്കുള്ള ന്യൂക്ലിയർ ചാർജിൻ്റെ അട്രാക്ഷനെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, തടഞ്ഞു വെക്കാൻ പറ്റില്ല. കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുമ്പം അവയുടെ റെസ്ട്രിക്ഷൻ ഓഫ് മോഷൻ കൂടും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളതിനെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് വിളിക്കും. അതുകൊണ്ട് താഴേക്ക് പോകുന്തോറും, ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും ന്യൂക്ലിയസ് വളരെ ശക്തമായിട്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ച് ഉള്ളിലേക്ക് വലിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മോസ്റ്റ് ഓഫ് ദി കേസ് ദ പി ഇലക്ട്രോൺസ്, എസിനേക്കാളും എന്തുകൊണ്ടും പുറത്തായിരിക്കും പി ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷനിൽ പി ഇലക്ട്രോൺസ് മാത്രമായിരിക്കും പങ്കെടുക്കുക. അതുകൊണ്ട് ആ സമയത്ത് പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇപ്പോൾ നമ്മുടെ 13 ഗ്രൂപ്പ് എലമെൻസിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ഇത് നമ്മൾ പറയുമ്പോൾ ഇവിടെയൊക്കെ +3 കാണിക്കുമെങ്കിൽ താലിയത്തിലേക്ക് വരുമ്പോൾ കൂടുതലും സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്താണ്? +1 ഓക്സിഡേഷൻ നമ്പറാണ്. കിട്ടിയോ? സോ ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് higher oxidation number decreases, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ നമ്പർ, സ്മോളർ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഞാനിവിടെ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ എന്നാ പറഞ്ഞേ, പി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഡൗൺ ദ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് എന്ന് ഞാൻ പറഞ്ഞു. ഇതേ കാര്യം നിങ്ങൾ ഡി ബ്ലോക്ക് എലമെൻസിൽ പറയുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് എന്ന് വേണം പറയാൻ. ഓൾറൈറ്റ്. സോ അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, പി ബ്ലോക്കിൽ മാത്രമേ ഉള്ളൂ ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനേർട്ട് പെയർ എഫക്റ്റ് ഡി ബ്ലോക്ക് എലമെൻസിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. സോ ഒന്നാമത്തെ കാര്യം ഇനേർട്ട് പെയർ എഫക്റ്റ്. രണ്ടാമത്തത് അനോമലസ് ബിഹേവിയർ ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ബോറോണിനൊക്കെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതിന് കാരണം ഇതിൻ്റെ അനോമലസ് ബിഹേവിയർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ എലമെൻറ്റ് അലുമിനിയത്തിൻ്റെ കേസിൽ അതിന് ആംഫോട്ടറിക് ബിഹേവിയർ കാണിക്കാനുള്ള കഴിവുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. പിന്നെ സൈസ്, അറ്റോമിക് സൈസ്. ഈ പറയുന്ന ബോറോൺ ഫാമിലിയുടെ കേസിൽ അറ്റോമിക് സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് സൈസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ബോറോണിനേക്കാളും കൂടുതൽ അലുമിനിയം, ദെൻ ഗാലിയം, ദെൻ ഇൻഡിയം, ദെൻ താലിയം. നമ്മൾ ഇങ്ങനെയൊരു സൈസാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയല്ല ആക്ച്വലി വരുന്നത്. ശരിക്കുള്ള സൈസ് ബോറോൺ, ഗാലിയം, അലുമിനിയം എന്നാണ് വരിക. ഇൻഡിയം, താലിയം. കിട്ടിയോ? ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഇലക്ട്രോൺസ് എവിടെയുണ്ട്? ഗാലിയത്തിലുണ്ട്. അത് ആ ഡി ഇലക്ട്രോൺസിൻ്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം വാലൻസ് ഇലക്ട്രോൺസിനെ ശക്തമായിട്ട് പിടിച്ച് ഉള്ളിലേക്ക് വലിക്കും. അതുകൊണ്ട് സൈസിനൊരു ചെറിയ ഡിക്രീസ് ഉണ്ടാവും. ഇത് ഇനി അയണൈസേഷൻ എനർജിയുടെ കേസിലും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ബോറോൺ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? താഴേക്ക് പോകുന്ന അയണൈസേഷൻ എനർജി കുറയാണ്. ബോറോൺ, അലുമിനിയം. സോ ദിസ് ഈസ് ദ റൈറ്റ് തിങ്. ഇതാണ് കറക്റ്റ്. മുകളിൽ എഴുതിയത് തെറ്റാണ് കേട്ടോ. സോ ഇനി അയണൈസേഷൻ എനർജിയുടെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ഇങ്ങനെയല്ലേ പ്രതീക്ഷിക്കുക? പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ നേരെ തിരിച്ചാണ്. ബോറോൺ, ഗാലിയം, അലുമിനിയം, ദെൻ താലിയം, ഇൻഡിയം. ഈ ഒരു ഓർഡറിലായിരിക്കും എന്ത് പോകുന്നത്? നമ്മുടെ ഈ പറയുന്ന അയണൈസേഷൻ എനർജി പോകുന്നത്. കിട്ടിയോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല എഴുതേണ്ടത്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഫസ്റ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു.
പിന്നെ കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി. ഇതാണ് ശരിക്കും പറയുവാണെങ്കിൽ അതിൻ്റെ ഓർഡർ പറയേണ്ടത്. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ദ റൈറ്റ് ഓർഡർ. ഓക്കെ ആണോ? ഇനി ഇനി അടുത്തൊരു പോയിന്റ്. ഫസ്റ്റ് എലമെൻറ്റിന് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഇല്ല. അതായത് നമ്മൾ ഈ പറയുന്ന പി ബ്ലോക്ക് ലെവലിൻ്റെ എല്ലാത്തിൻ്റെ കേസിലുള്ളത് അത്. ഇപ്പോൾ ബോറോൺ ആയിക്കോട്ടെ, കാർബൺ ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഫ്ലൂറിൻ ആയിക്കോട്ടെ, അതിനകത്ത് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ ആ എസ് ഓർബിറ്റലിൻ്റെയും പി ഓർബിറ്റലിൻ്റെയും സമ്മായിരിക്കും. സോ ഒരു എസ്സും 3 പിയും മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ മാക്സിമം കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. മനസ്സിലായോ? പിന്നെ കോമ്പൗണ്ട് നന്നായിട്ട് വായിക്കണം. ഈ കോമ്പൗണ്ടിൽ B2H6 ഉണ്ട്, ബനാന ബോണ്ട് ഉണ്ട് മക്കളെ. അത് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ടാണ് കേട്ടോ. 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. പക്ഷേ അലുമിനിയം ക്ലോറൈഡ് ഡൈമറൈസ് ചെയ്യുമ്പോൾ അത് അലുമിനിയം ക്ലോറിൻ, അലുമിനിയം ക്ലോറിൻ ഇവിടെയും ഈ പറയുന്ന ബോണ്ട് ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയൊരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് അല്ല. അവിടെ ബോണ്ടിന് കാരണം ഈ ക്ലോറിനിലെ ലോൺ പെയർ ആണ്. സോ ഇങ്ങനെയൊരു ബോണ്ടാണ് ഫോം ചെയ്യുന്നത് കേട്ടോ. സോ 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് അല്ല, ശരിക്കും അതിന് പറയുന്ന പേര് ക്ലോറോ ബ്രിഡ്ജഡ് ബോണ്ട് എന്നാണ്. 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് തന്നെയാണ് കേട്ടോ അത്. ഓക്കെ, ശരി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒന്ന് ആ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ആൻസറും ജസ്റ്റ് ഒക്കെ നോക്കാം. നല്ല പോലെ വായിക്കണം പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഈ വേരിയേഷൻസ് പറയാൻ ഒരുപാടില്ല. പി ബ്ലോക്ക് എലമെൻറ്റ്സിന് വേരിയേഷൻ പറയാൻ ഒരുപാടില്ല, പക്ഷേ ബൈ ഹാർട്ട് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട് കേട്ടോ. സോ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറയുവാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷനിലൊന്നും അല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആൻസർ ചെയ്യും. വിച്ച് ഓഫ് ദ കോമ്പൗണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്? NCERT ഒരു ഈ പറയുന്ന NCERT ഒരു ആൻസറാണ്. ദാറ്റ് ഈസ് TiI3, നോട്ട് TiI3 കേട്ടോ. താലിയം ട്രൈ അയഡൈഡ് ഫോം ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം, താലിയത്തിന് +3 ഓക്സിഡേഷൻ നമ്പറിനോട് താല്പര്യമില്ല. അതിന് കൂടുതലും സ്റ്റെബിലിറ്റി എന്തായിട്ട് നിൽക്കാനാ, +1 ഓക്സിഡേഷൻ നമ്പറിലായിട്ട് നിൽക്കാനാ. എന്നാൽ പോലും TlCl3 ഒക്കെ ഫോം ചെയ്യിക്കും. മനസ്സിലായോ? പക്ഷേ ഈ I- കൂടെ വന്നു കഴിയുമ്പം ഇത് ഒരു കാലവശാലും TlI3 ഉണ്ടാക്കില്ല. കാരണം ഈ I- നല്ല ഒരു റെഡ്യൂസിങ് ഏജൻറ്റാണ്. അത് അപ്പം തന്നെ Tl+1 ആക്കും, മറ്റത് I2 ആവും. ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും TlI3 ഫോം ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം +3 ഓക്സിഡേഷൻ നമ്പർ അതിന് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം I- അതിനെ എന്ത് ചെയ്തു, റെഡ്യൂസ് ആക്കി I2 ആക്കി മാറ്റുകയും കൂടി ചെയ്തു. ഓക്കെ, ശരി. അപ്പോൾ അതിൻ്റെ ആൻസർ TiI3. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അലുമിനിയം ഈസ് നോട്ട് ആക്റ്റഡ് അപ്പോൺ ബൈ പ്യുവർ വാട്ടർ ഈസ്. അതിൻ്റെ കാരണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാരണം ഭയങ്കര സിമ്പിളാണ്. ഈ അലുമിനിയത്തിനൊരു കുഴപ്പമുണ്ട്, അലുമിനിയത്തിനും ബോറോണിനും. അപ്പോൾ ബോറോൺ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ അമോർഫസ് ഫോമിൽ വന്നാൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. ക്രിസ്റ്റലൈൻ ഫോമിൽ ബോറോണിന് റിയാക്ട് ചെയ്യാനുള്ള കഴിവില്ല. അലുമിനിയം വാട്ടറുമായിട്ട് ഡയറക്റ്റായിട്ട് റിയാക്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലുമിനിയം ഈ എയറിൻ്റെ പ്രസൻസിലോ വാട്ടറിൻ്റെ പ്രസൻസിലോ വന്നു കഴിയുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്സൈഡ് ഫോമേഷൻ നടക്കും. പക്ഷേ മറ്റുള്ള എലമെൻസിനെ പോലെ ഈ ഓക്സൈഡ് ഫോം ചെയ്താൽ അത് പൊടിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. പകരം അത് അലുമിനിയത്തിൻ്റെ സർഫസിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? കോപ്പറിൻ്റെ പുറത്ത് ക്ലാവ് ഉണ്ടായി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തന്നെ അലുമിനിയത്തിൻ്റെ പുറത്തും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഫിലിം ഓഫ് അലുമിനിയം ഓക്സൈഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബൊറാക്സ് ബി ടെസ്റ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഫോമേഷൻ ഓഫ്. നമുക്കറിയാം ഇത് മെറ്റാബൊറൈറ്റ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന എന്തുണ്ടാവുന്നത്, ബൊറാക്സ് ബി ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഈ മെറ്റാബൊറൈറ്റ്സിന് കൊബാൾട്ട് പോലെയുള്ള മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് ബ്ലൂ കളറും കാണിക്കാൻ പറ്റും. ട്രാൻസിഷൻ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അവ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിന് കളർ ഉണ്ടാവും. സോ ആൻസർ വിൽ ബി മെറ്റാബൊറൈറ്റ്സ്. ബൊറാക്സ് Na2B4O7 10H2O ഈസ് ആക്ച്വലി, അത് ശരിക്കും അതെ Na2B4O7 10H2O ആയിട്ടല്ല അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് Na2B4O5 OH4 ആയിട്ടാണ് മക്കളെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വായിച്ചാലാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ കേട്ടോ. എനിക്കിതിനകത്തോ അല്ലെങ്കിൽ ആർക്കോ ഇത് അങ്ങ് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഫ്രം B2H6 ഓൾ ദ ഫോളോയിങ് ക്യാൻ ബി പ്രിപ്പയർഡ് എക്സെപ്റ്റ്. B2H6 ഹൈഡ്രോളിസ് നടത്തി കഴിഞ്ഞാൽ H3BO3 ആയി. മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ CH4 വരും. അപ്പോൾ CH3 4 ടൈംസ് H2 വരും. അതുപോലെ B2 CH3 6 ടൈംസ്. അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്, ഒരു കാരണവശാലും B2 CH3 6 ടൈംസ് ഫോം ചെയ്യില്ല. കാരണം CH3 ബൾക്കിയർ ഗ്രൂപ്പാണ്. ഒരുപാട് ബൾക്കിയർ ഒന്നുമല്ല, എന്നാൽ പോലും ഈ 6 ഗ്രൂപ്പൊക്കെ ഒന്നിച്ച് 2 ബോറോണിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 6 ബോറോണൊക്കെ
6 CH3 ഗ്രൂപ്പ് 2 ബോറോണിൽ സ്റ്റെബിലൈസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യില്ല കേട്ടോ. ദെൻ NaBH4 നമുക്ക് ഫോം ചെയ്യിപ്പിക്കാൻ പറ്റും. സോ സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ് ഇത് ഫോം ചെയ്യാതിരിക്കാനുള്ള കാരണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിഫിഷ്യൽ ജെം യൂസ്ഡ് ഫോർ ദ കട്ടിംഗ് ഓഫ് ഗ്ലാസ് കട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഡയമണ്ടാണ്. സാധാരണ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഡയമണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ആർട്ടിഫിഷ്യൽ ജെം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കൺ കാർബൈഡ് ആണ്. ഓൾറൈറ്റ്, സെലക്ട് ദ നെയിം ഓഫ് മിനറൽ ഫ്രം വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബൊറാക്സ്. മക്കളെ വായിക്കണം, വായിച്ച് പഠിച്ചാലേ ആൻസർ കിട്ടുകയുള്ളൂ. ദ ആൻസർ ഈസ് കോളംനൈറ്റ്. അലുമിനിയം സോഡിയം ഹൈഡ്രോക്സൈഡ് H2O പ്രൊഡക്റ്റ് ഇൻ അക്വസ് സ്റ്റേറ്റീസ്. ഇതിൻ്റെ ആംഫോട്ടറിക് ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അലുമിനിയം വെൻ റിയാക്ടിംഗ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിൽ ഗീവ് യു AlCl3 പ്ലസ് ഡൈഹൈഡ്രജൻ ഗ്യാസ്. അതേപോലെ അലുമിനിയം വെൻ റിയാക്ടിംഗ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇറ്റ് വിൽ ഗീവ് കറസ്പോണ്ടിങ് അലുമിനേറ്റ് AlOH 4 times Na. Clear? So the right answer is option 3 will be the right answer. Clear? Then സോഡിയം മെറ്റാബോറേറ്റ് ഉണ്ടാക്കാൻ അലുമിനേറ്റ് ഉണ്ടാക്കാൻ ആരെ കൊണ്ട് പറ്റും? അലുമിനിയത്തിനെ കൊണ്ട് പറ്റും. ഈ ഒരു റിയാക്ഷൻ വേറെയും സ്ഥലത്തുണ്ട്, പ്യൂരിഫിക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ബീഡ് ഓഫ് കൊബാൾട്ട് ഈസ് ബ്ലൂ കളർ ആൻഡ് ദ കോമ്പൗണ്ട് ഈസ് BO2 2 times. ഓൾറൈറ്റ്, സോ ഇതറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബോറിക് ആസിഡ് ഈസ് എ വീക്ക് മോണോബേസിക് ആസിഡ്. ബോറിക് ആസിഡ് യു നോ BOH. ഇതിനൊരു കുഴപ്പമുണ്ട്. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, H3BO3 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ BOH ത്രൈസ് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്ന കണ്ടാൽ തോന്നും ഇതൊരു ട്രൈബേസിക് ആസിഡാണ്, 3 H+ കൊടുക്കാൻ പറ്റുമെന്ന്. തെറ്റ്. ഇങ്ങനെ എഴുതുന്ന കണ്ടാൽ തോന്നും 3 OH- കൊടുക്കാൻ പറ്റും, അതൊരു ബേസാണ്. അതും തെറ്റ്. ആക്ച്വലി ഇത് ആസിഡായിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം ഇതിനകത്തുള്ള empty ഓർബിറ്റിലാണ്. സോ ഇതൊരു ലൂയിസ് ആസിഡാണ്, മോണോബേസിക് ആസിഡാണ്. കാരണം ഒരു empty ഓർബിറ്റിൽ മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ ആണോ? സോ ഇതൊരു ലൂയിസ് ആസിഡാണ്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. ബോറിക് ആസിഡ് ഇസ് എ പ്രോട്ടിക് ആസിഡ്. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ബോറിക് ആസിഡ് എന്തല്ല? ഒരു പ്രോട്ടിക് ആസിഡ് അല്ല, ലൂയിസ് ആസിഡാണ്. ദെൻ ബോറിക് ആസിഡ് ഇസ് എ ലൂയിസ് ആസിഡ്, കറക്റ്റാണ്. ബോറിക് ആസിഡ് ഹീറ്റിംഗ് ഫൈനലി ഗീവ് ടു B2O3, കറക്റ്റാണ്. B2O3 ആയിരിക്കും അവസാനം എന്തായിരിക്കും തരിക? കറസ്പോണ്ടിങ് ഓക്സൈഡ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. സോ ദ റൈറ്റ് ആൻസർ ഈസ്, ദ റോങ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. ക്ലിയർ? ഫൈൻ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇനി ഞാൻ പറയുന്ന കാര്യം ഇതാണ്. അപ്പോൾ P ബ്ലോക്ക് എലമെൻറ്റ്സ് നന്നായിട്ട് വായിക്കണം. NCERT പിന്നെയും വായിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു 3 times എങ്കിലും ഈ പറയുന്ന NCERT വായിച്ച് ഫിനിഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മാർക്ക് കൂടും, ഉറപ്പായിട്ടും മാർക്ക് കൂടും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്കപ്പോൾ അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററും അടുത്തതായിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.